സ്പോട്ട് ലൈവിലേക്ക് സ്വാഗതം. മഴക്കാലം തുടങ്ങുമ്പോഴേ കെടുതിയുടെ റിപ്പോർട്ടുകളാണ് ഈ നാട് മുഴുവൻ. കടലാക്രമണം ശക്തമാകുന്നു, മരങ്ങൾ കടപുഴകി അപായമുണ്ടാകുന്നു, മണ്ണിടിച്ചിൽ ആശങ്കയിലേക്ക് മലയോര മേഖലകൾ കടക്കുന്നു. ജാഗ്രതാ നിർദ്ദേശങ്ങളുടെ സമയമാണ്. പക്ഷേ എന്തുകൊണ്ടാണ് രണ്ട് മഴ തുടങ്ങുമ്പോഴേക്കും നാടും നഗരവും ചെറു റോഡുകൾ പോലും കുളങ്ങളായി മാറുന്നത് എന്ന ചോദ്യത്തിന് ഉത്തരമില്ല. ഈ ഗതാഗതം സ്തംഭിക്കുന്നത് എന്തുകൊണ്ടാണ്? മരങ്ങൾ ഓടുന്ന ബസ്സുകളുടെയും കാറുകളുടെയും ഒക്കെ പുറത്തു വീണ് വലിയ നഷ്ടങ്ങളും പലപ്പോഴും ദുരന്തങ്ങളും ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ്? പ്രകൃതിയെയും പിടികിട്ടാത്ത കാലാവസ്ഥാ വ്യതിയാനത്തെയും തള്ളിപ്പറഞ്ഞതുകൊണ്ട് മാത്രം ഇതിനൊന്നും ഉത്തരം ഉണ്ടാകില്ല. പരിസ്ഥിതിയെ മനസ്സിലാക്കാത്ത വികസന നയങ്ങൾക്കുമുണ്ട് ഇതിൽ വലിയ പങ്ക്. അതിന്റെ ഏറ്റവും ഒടുവിലത്തെ തെളിവാണ് വിള്ളലും ഇടിച്ചിലും ഉണ്ടാകുന്ന ദേശീയപാത നിർമ്മാണവും തുടർന്നുള്ള വിവാദങ്ങളും. കേരളത്തിന് കണ്ണു തുറന്നേ മതിയാകൂ. ഓരോ കാലവർഷത്തെയും കാണാൻ അപ്പോഴേ കഴിയും. അങ്ങനെ കാണാൻ പാടും. സ്പോട്ട് ലൈവിലേക്ക് സ്വാഗതം. കരുവന്നൂർ കേസിൽ CPM നേതാക്കളെ പ്രതി ചേർത്തിരിക്കുകയാണ് ഇഡിയുടെ കുറ്റപത്രം. അങ്ങനെയാണ് ഇഡി കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത്. CPMന്റെ 3 മുൻ ജില്ലാ സെക്രട്ടറിമാരെ പ്രതിപ്പട്ടികയിൽ ചേർത്തിരിക്കുന്നു. MM വർഗീസ്, AC മൊയ്തീൻ, K രാധാകൃഷ്ണൻ എന്നിവരടക്കം 83 പേരാണ് പ്രതിപ്പട്ടികയിലുള്ളത്. തട്ടിപ്പിലൂടെ 180 കോടി രൂപ സമ്പാദിച്ചുവെന്നാണ് കുറ്റപത്രം പറയുന്നത്. CPMനെ പ്രതി ചേർത്തത് തന്നെയാണ് അതിൽ പ്രധാനപ്പെട്ട കാര്യം. നവമി ദിനേശ് ചേരുന്നു. നവമി, മുൻ CPM ജില്ലാ സെക്രട്ടറിമാർക്ക് അപ്പുറത്തേക്ക് പാർട്ടിയെ തന്നെ പ്രതി ചേർത്തുകൊണ്ടുള്ള കുറ്റപത്രമാണ്. സ്വാഭാവികമായിട്ടും നിലമ്പൂർ തെരഞ്ഞെടുപ്പ് വരുന്ന സാഹചര്യത്തിൽ ഇത് വലിയൊരു രാഷ്ട്രീയ പ്രതിരോധത്തിലേക്ക് CPMനെ കൊണ്ടെത്തിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. എത്രത്തോളം ഗൗരവതരമായിട്ട് കൂടിയാണ് ഈ കുറ്റപത്രത്തിലുള്ള വിമർശനങ്ങൾ? അപർണ, തെരഞ്ഞെടുപ്പ് പടിവാതിക്കൽ എത്തി നിൽക്കെ ഈ ഇഡിയുടെ ഒരു കുറ്റപത്രം സമർപ്പണം, അതിൽ CPMനെയും പാർട്ടിയെയും പ്രതിരോധത്തിലാക്കിക്കൊണ്ടുള്ള ഒരു കുറ്റപത്രം സമർപ്പണം, അത് പ്രതിപക്ഷമടക്കമുള്ളവർ വലിയ ആയുധമായി ഉപയോഗിക്കാൻ തന്നെയാണ് സാഹചര്യം. കാരണം നിലമ്പൂർ ഇലക്ഷൻ വരെ എത്തി നിൽക്കുമ്പോൾ വിജയം അനിവാര്യമായതിനാൽ UDF-ലെ നേതാക്കൾ അടക്കമുള്ളവർ ഈ കരുവന്നൂർ തന്നെ ഉയർത്തിക്കാട്ടി പ്രചാരണം മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് തന്നെ നമുക്ക് ഉറച്ചു വിശ്വസിക്കാം. കാരണം തുടക്കം മുതൽ തന്നെ ഈ കരുവന്നൂർ ബാങ്ക് തട്ടിപ്പുമായി ബന്ധപ്പെട്ട CPMും പാർട്ടിയും ഇതിൽ തങ്ങൾക്ക് ബന്ധമില്ല എന്ന് ആവർത്തിച്ചു പറഞ്ഞതാണ്. CPMന്റെ തന്നെ ഒരു സംഘത്തെ, ഇതിലെ ചില പ്രതിനിധികളെ ഒക്കെ ഇതിന്റെ ഒരു അന്വേഷണത്തിന് വേണ്ടി പാർട്ടിയായിട്ട് തന്നെ നിയോഗിക്കുകയും ചെയ്തിരുന്നു. അതിലൊക്കെ അവർ പറഞ്ഞതും ബാങ്കുമായി ബന്ധപ്പെട്ട് ചില തട്ടിപ്പുകൾ നടത്തിയിട്ടുണ്ട്, അത് ചില പ്രാദേശിക നേതാക്കൾ അല്ലെങ്കിൽ ബാങ്കുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവർ നടത്തിയ തട്ടിപ്പാണ്. അതിനപ്പുറത്തേക്ക് പാർട്ടിയുടെയോ നേതാക്കളുടെയോ അറിവോടെ അല്ല ഈ തട്ടിപ്പുകൾ നടന്നതെന്ന് ആവർത്തിച്ചു പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ ഇഡി അന്തിമ കുറ്റപത്രം ഇന്ന് കലൂർ PMLA കോടതിയിൽ സമർപ്പിച്ചപ്പോൾ അതിൽ പാർട്ടിയെയും പാർട്ടിയുടെ പ്രധാനപ്പെട്ട നേതാക്കളെയും, അതിൽ ഇപ്പോഴത്തെ MP കൂടിയായ K രാധാകൃഷ്ണൻ അടക്കമുള്ളവരെ പ്രതി ചേർത്തുകൊണ്ടാണ് കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത്. ഇതിൽ ഇഡി സമർപ്പിച്ച കുറ്റപത്രത്തിലെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ഇത്തരത്തിലാണ്. ആകെ 83 പ്രതികൾ. ഇതിൽ ആദ്യ കുറ്റപത്രം സമർപ്പിച്ചപ്പോൾ അതിൽ ഈ ബാങ്കുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന പ്രാദേശികമായിട്ടുള്ള നേതാക്കൾ മാത്രമായിരുന്നു അതിൽ പ്രതിയായിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ പുതുതായി 27 പേരെ കൂടിയാണ് പ്രതി ചേർത്തിരിക്കുന്നത്. ഇതിൽ തട്ടിപ്പ് നടത്തിയത് വഴി പ്രതികൾ സമ്പാദിച്ചത് 180 കോടിയാണ്. പ്രതികളുടെ സ്വത്തുക്കളിൽ നിന്നും ഇഡി കണ്ടുകെട്ടിയത് 128 കോടി. അന്തിമ കുറ്റപത്രത്തിൽ 8 രാഷ്ട്രീയ CPMന്റെ 8 രാഷ്ട്രീയ നേതാക്കളാണ് ഇപ്പോൾ പ്രതിയായിരിക്കുന്നത്. അതിൽ 64ാമത്തെ പ്രതിയായി മധു അമ്പലപ്പുറം വടക്കാഞ്ചേരി കൌൺസിലറാണ്. മറ്റ് 3 പേർ 67ാം പ്രതിയായിട്ടുള്ള AC മൊയ്തീൻ മുൻ മന്ത്രിയാണ്. 68ാം പ്രതി കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ്. 69ാം പ്രതി MM വർഗീസ് ജില്ലാ സെക്രട്ടറി ആയിരുന്നു. 70ാം പ്രതി K രാധാകൃഷ്ണൻ MP. ഇവർ 3 പേരും ജില്ലാ സെക്രട്ടറി ആയിരുന്ന സമയത്ത് കരുവന്നൂർ ബാങ്കിന്റെ മറവിൽ തട്ടിപ്പ് നടത്താൻ, കള്ളപ്പണം വെളുപ്പിക്കാൻ ഇവരുടെയൊക്കെ സഹായം ലഭിച്ചിരുന്നു. പാർട്ടി ഒന്നടങ്കം അറിഞ്ഞുകൊണ്ടാണ് കരുവന്നൂർ ബാങ്കിനെ മറയാക്കി ഇത്രയും വലിയ തട്ടിപ്പ് നടത്തിയത്, കള്ളപ്പണം വെളുപ്പിച്ചതെന്ന കണ്ടെത്തലാണ് ഇഡിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. മറ്റൊരു കാര്യം, ഇതിൽ തുടക്ക സമയം മുതൽ തന്നെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ച 2 പേർ
അതിൽ MP കൂടിയായിരുന്ന PK ബിജുവിന് ആശ്വസിക്കാം. കേരള ബാങ്ക് പ്രസിഡന്റ് MK കണ്ണനും ആശ്വസിക്കാം. ഇവരെ രണ്ടുപേരെയും പ്രതിപട്ടികയിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട്. കാരണം അവർക്ക് ഇതുമായി ബന്ധപ്പെട്ട് മറ്ററിവുകൾ ഉണ്ടായിരുന്നില്ല എന്ന മൊഴി പൂർണ്ണമായും ED വിശ്വാസത്തിലെടുത്തു. പക്ഷേ K രാധാകൃഷ്ണനെ ഉൾപ്പെടെയുള്ളവരെ ചോദ്യം ചെയ്തതിൽ നിന്നും ഇവരുടെയൊക്കെ പങ്ക് വ്യക്തമാകുന്നു എന്നാണ് ED കണ്ടെത്തിയിരിക്കുന്നത്. എന്തായാലും ഇവർക്കെതിരായിട്ടുള്ള തെളിവുകൾ അടക്കം തന്നെയാണ് ഹാജരാക്കിയിരിക്കുന്നത്. നമുക്ക് ദൃശ്യങ്ങൾ കാണാം. EDയുടെ ഈ ഒരു പെട്ടി, അത് വലിയ ഒരു പെട്ടിയാണ് ഈ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത്. അതിൽ ഈ നേതാക്കൾ അടക്കമുള്ളവർക്കെതിരായിട്ടുള്ള കൃത്യമായിട്ടുള്ള തെളിവുകളും EDയുടെ കണ്ടെത്തലും തന്നെയാണ് കോടതി സമർപ്പിച്ചിരിക്കുന്നത്. എന്തായാലും ഇനി ഇതിന്റെ വിചാരണ വേളയിലൊക്കെ CPMന്റെ നേതാക്കൾ ഹാജരായി വിചാരണ നേരിടണം എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാകുന്നത്. പാർട്ടിയുടെ നേതാക്കളും ഇതിൽ യാതൊരുവിധ പങ്കുമില്ല. ഈ കരുവന്നൂർ ബാങ്ക് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് നടത്തിയ സംഭവങ്ങളിൽ അത് പ്രാദേശികമായിട്ടുള്ള നേതാക്കൾക്ക് മാത്രമാണ് അറിവ്, അല്ലെങ്കിൽ ബാങ്കുമായി ബന്ധപ്പെട്ട് നിന്നവർ മാത്രമാണ് പ്രതികളെന്ന് തുടക്കത്തിൽ പറഞ്ഞുവെങ്കിൽ പോലും ഇപ്പോൾ ഇവരെ ഒക്കെ പ്രതിയാക്കിക്കൊണ്ട്, പ്രധാനപ്പെട്ട നേതാക്കളെ പ്രതിയാക്കിക്കൊണ്ടുള്ള ഒരു കുറ്റപത്രം തന്നെയാണ് കലൂർ കോടതിയിൽ ED സമർപ്പിച്ചിരിക്കുന്നത്. അതായത് പലതവണ ED വിളിപ്പിച്ചപ്പോഴൊക്കെ നിർബന്ധിച്ച് മൊഴി ചേർക്കാൻ ശ്രമിച്ചു എന്ന തരത്തിലുള്ള പ്രതികരണങ്ങളൊക്കെ K രാധാകൃഷ്ണൻ അടക്കം ഭാഗത്തുനിന്നുണ്ടായതാണ്. സ്വാഭാവികമായിട്ടും ഇങ്ങനെ ഒരു കുറ്റപത്രം പാർട്ടിയെ തന്നെ പ്രതിക്കൂട്ടിലാകുമ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള പ്രതികരണങ്ങൾ ഒരുപക്ഷെ എറണാകുളം ജില്ലയിൽ നിന്ന് തന്നെ ഉണ്ടാകുന്നുണ്ടോ? ഏതെങ്കിലും പ്രതികരണങ്ങൾ വന്നിട്ടുണ്ടോ നോമി? അപർണ, ഈ കരുവന്നൂർ ബാങ്ക് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ആദ്യം പോലീസിന്റെ അന്വേഷണത്തിൽ ഈ നേതാക്കളെ ഒന്നും പ്രതികളാക്കിയിരുന്നില്ല. പിന്നീടാണ് ഈ കേസ് ED അന്വേഷിക്കുന്നത്. ED അന്വേഷിച്ച വേളയിൽ തന്നെ MM വർഗീസിനെയും ഒപ്പം തന്നെ K രാധാകൃഷ്ണനെയും ഒക്കെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ച വേളയിൽ പോലും CPM പാർട്ടി നേതാക്കൾ ഇതിനെ പ്രതിരോധിച്ചത് ഇത് കേന്ദ്ര സർക്കാരിന്റെ പ്രതികാര നടപടിയാണ്, അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ CPM എന്ന പാർട്ടിയെ തകർക്കുന്നതിന് വേണ്ടി മനഃപൂർവ്വമാണ് ഞങ്ങളുടെ നേതാക്കളെ, അതും K രാധാകൃഷ്ണൻ MP പോലുള്ളവരെയൊക്കെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുന്നത്. അതിന്റെ ഗൂഢലക്ഷ്യം, അതിന്റെ പിന്നിൽ എന്താണ് ലക്ഷ്യമെന്ന് കൃത്യമായി പാർട്ടിക്ക് അറിയാമെന്ന് ആവർത്തിച്ച് പറയുന്ന സാഹചര്യമാണ്. ആ ആവർത്തനം തന്നെയായിരിക്കും ഇനിയും അവർ പറയുക. കാരണം ED ഏത് രീതിയിലാണ് പ്രവർത്തിക്കുന്നതെന്ന് ഇതിനു മുൻപ് തന്നെ നമുക്കറിയാം. അല്ലെങ്കിൽ EDക്കെതിരായിട്ടുള്ള വലിയ വിമർശനം, ഹൈക്കോടതി വരെ EDയെ വിമർശിക്കുന്ന സാഹചര്യമുണ്ടായി, സുപ്രീം കോടതി വരെ EDയെ വിമർശിക്കുന്ന സാഹചര്യമുണ്ടായി. അല്ലെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങളിൽ ED എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്, കേന്ദ്ര സർക്കാരിന്റെ ഒരു പാവയെ പോലെ ED പ്രവർത്തിക്കുന്നു എന്ന തരത്തിൽ വലിയ വിമർശനം ഉണ്ടായിരുന്നു. ആ കാര്യം തന്നെയാണ് CPM പാർട്ടിയും ഇവിടെ ഉന്നയിക്കുന്നത്. ഞങ്ങളുടെ നേതാക്കളെ പ്രതിയായി ചേർത്തുകൊണ്ട് പാർട്ടിയെ ഇവിടെ ഒരു പ്രതിരോധത്തിലാക്കുക എന്ന ലക്ഷ്യം തന്നെയാണ് കേന്ദ്ര സർക്കാർ നടത്തുന്നത്. അതിന്റെ ഭാഗമായി തന്നെയാണ് ED ഇപ്പോൾ സമർപ്പിച്ചിരിക്കുന്ന ഈ റിപ്പോർട്ടും അങ്ങനെ തന്നെയാണ് കാണുക എന്ന് തന്നെയാണ് ഓരോ നേതാക്കളും വ്യക്തമാക്കിക്കൊണ്ടിരിക്കുന്നത്. നേരത്തെ അവരെടുത്ത നിലപാട് അത്തരത്തിൽ തന്നെയാണ്. K രാധാകൃഷ്ണൻ ഉൾപ്പെടെ ഈ ചോദ്യം ചെയ്യാൻ പോകുന്ന വേളയിൽ പോലും മാധ്യമങ്ങളോട് പറഞ്ഞത് അത്തരത്തിലാണ്. ഈ കരുവന്നൂർ ബാങ്ക് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് തനിക്ക് യാതൊരുവിധ അറിവുമില്ല, തന്റെ കയ്യിലിരിക്കുന്ന രേഖകളെല്ലാം തന്നെ കൃത്യമായി ഹാജരാക്കിയിട്ടുണ്ട്, ചോദ്യം ചെയ്യലിൽ എന്തൊക്കെ ചോദിച്ചോ അതിനെല്ലാം കൃത്യമായി ഉത്തരം നൽകിയെന്ന് കൂടി K രാധാകൃഷ്ണൻ പറഞ്ഞു മടങ്ങുന്ന സാഹചര്യത്തിലും അദ്ദേഹം ആവർത്തിച്ച് പറഞ്ഞത് ഇത് കേന്ദ്ര സർക്കാരിന്റെ കേന്ദ്ര സർക്കാർ വേട്ടയാടുകയാണ്, കേന്ദ്ര സർക്കാരിന്റെ വേട്ടയാടലിൽ താനുമിരയായി എന്നാണ് K രാധാകൃഷ്ണൻ ഈ ചോദ്യം ചെയ്യൽ കഴിഞ്ഞ് മടങ്ങുമ്പോഴും ആവർത്തിച്ചിരിക്കുന്നത്. അത് തന്നെയാണ് പാർട്ടി ഇപ്പോഴും, ആ നിലപാടിൽ തന്നെയാണ് പാർട്ടി ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നത്. പക്ഷേ ഇലക്ഷൻ അടുത്തിരിക്കുന്ന നിലമ്പൂർ തിരഞ്ഞെടുപ്പൊക്കെ അടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ പ്രതിപക്ഷം ഇത് കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് വലിയൊരു ആയുധമാക്കി തന്നെ മുന്നോട്ട് കൊണ്ടുപോകും. അതായത് ഈ K രാധാകൃഷ്ണനെ കേസിൽ സാക്ഷിയാക്കും അങ്ങനെ ഒരു കരുതൽ ഉണ്ടായിരുന്നു. പക്ഷേ ഇതിപ്പോൾ പ്രതി തന്നെ ആക്കിയ ഒരു സാഹചര്യമുണ്ട്. ഇത് നിലമ്പൂരിൽ ഈ വിഷയങ്ങളെല്ലാം ആളിക്കത്തുമെന്നുള്ളത് ഉറപ്പാണ്. UDFന്റെ ഭാഗത്തുനിന്ന്, കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് ഏതെങ്കിലും തരത്തിലുള്ള പ്രതികരണങ്ങൾ വരുന്നുണ്ടോ? അപർണ, നിലവിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നേതാക്കൾ പരസ്യ പ്രതികരണം ഒന്നും നൽകിയിട്ടില്ല. കാരണം അല്പസമയം മുമ്പാണ് ഈ കുറ്റപത്രം സമർപ്പിച്ചത്. ഇവിടെ കൊച്ചിയിലുള്ള UDFന്റെ നേതാക്കൾ ഈ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട തിരക്കിട്ട ചർച്ചകളാണ്. അതിനുശേഷം മാത്രമായിരിക്കും ഈ കരുവന്നൂർ വിഷയവുമായി ബന്ധപ്പെട്ട ഒരു പ്രതികരണം നടത്തുക. മറ്റ് നേതാക്കൾ, CPMന്റെ എറണാകുളത്തുള്ള നേതാക്കൾ ആരും ഇപ്പോൾ പ്രതികരിക്കാനില്ല എന്നാണ് വ്യക്തമാക്കുന്നത്. പക്ഷേ വരും മണിക്കൂറിൽ അവർ ഇത് വിശദമായി പരിശോധിച്ച ശേഷം ഒരു മറുപടി നൽകാം എന്ന് തന്നെയാണ് CPMന്റെ നേതാക്കൾ
നേതാക്കളും വ്യക്തമാക്കുന്നത്. പക്ഷെ അവർ ഇപ്പോഴും ആവർത്തിക്കുന്നത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കേന്ദ്ര സർക്കാർ CPM-ന്റെ നേതാക്കളെ അത് മനഃപൂർവ്വം വേട്ടയാടുന്നു. അതിന്റെ ഫലമായി തന്നെയാണ് ഇപ്പോൾ കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്ന റിപ്പോർട്ടും എന്ന് തന്നെയാണ് കുറ്റപത്രവും അങ്ങനെ തന്നെയാണ്. ഇത് പ്രതീക്ഷിച്ചത് തന്നെയാണ്. CPM-ന്റെ നേതാക്കളെ അല്ലെങ്കിൽ അന്ന് ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ച നേതാക്കളെ പ്രതികളാക്കുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പായിരുന്നു എന്ന തരത്തിൽ തന്നെയാണ് CPM പാർട്ടിയിൽ നിന്ന് അടക്കം വരുന്ന റിപ്പോർട്ടുകൾ. പക്ഷേ CPM പാർട്ടിയെ ഉൾപ്പെടെ പ്രതിരോധത്തിലാക്കിക്കൊണ്ടുള്ള ഒരു കുറ്റപത്രം തന്നെയാണ് സമർപ്പിച്ചിരിക്കുന്നത്. അതിൽ പാർട്ടിയെ കൂടി പ്രതി ചേർത്തിരിക്കുന്നു. അതിനർത്ഥം പാർട്ടിക്കും കൃത്യമായി ഈ ബാങ്ക് തട്ടിപ്പുമായി ബന്ധപ്പെട്ട ഈ കള്ളപ്പണം വെളുപ്പിക്കലിൽ വലിയ രീതിയിലുള്ള പങ്കുണ്ടെന്നാണ് ED-യുടെ കണ്ടെത്തൽ. അതോടൊപ്പം തന്നെ 5 അക്കൗണ്ടുകൾ ആരും അറിയാതെ 5 അക്കൗണ്ടുകൾ ഈ അക്കൗണ്ടുകളിൽ കൂടിയാണ് CPM കള്ളപ്പണം വെളുപ്പിച്ചുകൊണ്ടിരുന്നത്. അത് തുടക്കത്തിൽ തന്നെ ED കണ്ടുകെട്ടുന്ന സാഹചര്യം കൂടി ഉണ്ടായി. അപ്പോഴും ചോദ്യം ബാക്കി നിൽക്കുന്നത് ഈ തട്ടിപ്പിന് ഇരയായവർക്ക് എപ്പോഴായിരിക്കും ഈ പണം തിരിച്ചു നൽകുക, അവരിനി എന്ത് ചെയ്യും എന്നുള്ളൊരു ചോദ്യമാണ് ഇപ്പോഴും ബാക്കിയാകുന്നത്. നവമി 180 കോടി അതാണ് കള്ളപ്പണം വെളുപ്പിച്ചതായിട്ടുള്ള ED-യുടെ കണക്ക്. 128 കോടി പ്രതികളിൽ നിന്ന് പിടിച്ചെടുത്തു എന്ന് ED പറയുകയും ചെയ്യുന്നുണ്ട്. അത് ഏത് തരത്തിലാണ് കുറ്റപത്രത്തിൽ അത് മെൻഷൻ ചെയ്തു പോകുന്നത്? അപർണ, ഇതിൽ തട്ടിപ്പ് നടത്തിയത് വഴി പ്രതികൾ സമ്പാദിച്ചത് 180 കോടി എന്നാണ് ED കണ്ടെത്തിയിരിക്കുന്നത്. അതിൽ പ്രതികളുടെ സ്വത്തുക്കളിൽ നിന്നും ED 128 കോടി കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ടെന്നാണ് ഇപ്പോൾ സമർപ്പിച്ചിരിക്കുന്ന റിപ്പോർട്ടിൽ പറയുന്നത്. ഇതിൽ ഇനി ഇരയാക്കപ്പെട്ടവർക്ക് ഇതെങ്ങനെ തിരികെ നൽകുമെന്നുള്ളൊരു ചോദ്യമാണ് ബാക്കിയാകുന്നത്. നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട് ED-യുടെ ഒക്കെ ഒരു ഇടപെടൽ ഉണ്ടായിരുന്നു. ഈ ഇരയാക്കപ്പെട്ടവർക്ക് ഈ തുക തിരികെ നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ശ്രമവും ED-യുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്നൊക്കെ മറുപടി തുടക്കത്തിൽ നൽകിയിരുന്നു. പക്ഷെ ഇപ്പോഴും അതിൽ ഒരു വ്യക്തത കുറവുണ്ട്. എന്തായാലും 180 കോടി രൂപയാണ് പ്രതികൾ ഈ കള്ളപ്പണം വെളുപ്പിക്കൽ വഴി സമ്പാദിച്ചതെന്നാണ് ED കണ്ടെത്തിയിരിക്കുന്നത്. 128 കോടിയാണ് പ്രതികളുടെ സ്വത്തുക്കളിൽ നിന്നും ഇത് കണ്ടെത്തുകയും ചെയ്തിട്ടുള്ളത്. അപ്പോഴും ബാക്കി തുക എങ്ങനെ കണ്ടെത്തും, അല്ലെങ്കിൽ ബാക്കി തുക എങ്ങനെയാണ് ചിലവഴിച്ചത്, അല്ലെങ്കിൽ ഏത് രീതിയിലാണ് ഇവർ കള്ളപ്പണം വെളുപ്പിച്ചത്, ഇതിലൊക്കെ കൃത്യമായിട്ടുള്ള രേഖകൾ അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള തെളിവുകൾ ശേഖരിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് ED ഇപ്പോഴും വ്യക്തമാക്കുന്നത്. കുറ്റപത്രം സമർപ്പിച്ചപ്പോഴും ആ രീതിയിൽ തന്നെയാണ് ED-യുടെ അന്വേഷണം അവസാനിച്ച് നിൽക്കുന്നതും. ഇനി വിചാരണ വേളയുണ്ട്. ഇതിൽ ഈ പ്രതികളെ കോടതിയിൽ വിളിച്ചു വരുത്തി ഇനി വിചാരണ വേളയിലായിരിക്കും കൂടുതൽ കാര്യങ്ങൾ നമുക്കിതിൽ വ്യക്തത കൈവരികയുള്ളൂ. നവമി ദിനേശാണ് വിവരങ്ങൾ നൽകിയത്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് പോകുന്നത് സൗദി പൗരന്റെ കൊലപാതക കേസിൽ കോഴിക്കോട് സ്വദേശിയായ അബ്ദുൾ റഹീമിന് വൈകാതെ മോചനമുണ്ടാകും എന്നുള്ള വാർത്തയാണ് വരുന്നത്. നേരത്തെ വധശിക്ഷ ഒഴിവാക്കിയ കോടതി 20 വർഷമാണ് തടവ് ശിക്ഷ വിധിച്ചത്. നിലവിൽ 19 വർഷത്തിലധികമായി ജയിലിൽ കഴിയുന്ന റഹീമിന് ഇതോടെ ഉടൻ പുറത്തിറങ്ങാനാകും. MS അനീഷ് കുമാർ ചേർന്നു. അനീഷ്, ഉറ്റുനോക്കുന്ന കാര്യമാണ്. അങ്ങോട്ടുമില്ല ഇങ്ങോട്ടുമില്ല എന്ന തരത്തിൽ ഈ വാർത്ത പലപ്പോഴായിട്ട് വരുന്നു. അത് സ്ഥിരീകരിക്കപ്പെടുന്നില്ല. റഹീമിന്റെ മാതാവിന്റെ വിഷമവും ഇങ്ങനെ ജനങ്ങളുടെ മുന്നിൽ നിറഞ്ഞു നിൽക്കുന്ന സാഹചര്യമാണ്. ഇതിലൊരു സ്ഥിരീകരണമാവുകയാണോ മോചനം ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ? അപർണ, തീർച്ചയായും 12 തവണയാണ് ഈ കേസ് കോടതി പരിഗണിച്ചത്. പക്ഷേ ഓരോ തവണയും മാറ്റിവെക്കുമ്പോഴും ഒരു ആശങ്കയുടെ നിഴലിൽ തന്നെയായിരുന്നു കുടുംബം ഉണ്ടായിരുന്നത്. നാടൊന്നാകെ ഒരുമിച്ച് 34 കോടി രൂപ ഈ കുടുംബത്തിന്, ഈ മരിച്ച സൗദി ബാലന്റെ കുടുംബത്തിന് നഷ്ടപരിഹാരമായി നൽകിയിരുന്നെങ്കിൽ പോലും പിന്നീട് നടപടിക്രമങ്ങൾ ഏതാണ്ട് എഴിഞ്ഞു നീങ്ങുകയായിരുന്നു. പക്ഷേ അതിലാണ് ഇന്നിപ്പോൾ വിധി വന്നിരിക്കുന്നത്. നേരത്തെ തന്നെ ജൂലൈ മാസത്തിൽ വധശിക്ഷ റദ്ദാക്കിയുള്ള ഉത്തരവിറങ്ങിയിരുന്നു. ഇതിന് പിന്നാലെയാണ് വീണ്ടും വിചാരണ കോടതി പലവട്ടം കേസ് പരിഗണിക്കുകയും മാറ്റുകയും ചെയ്ത് ഇന്നിപ്പോൾ ഏറ്റവും ഒടുവിൽ 20 വർഷത്തെ തടവ് ശിക്ഷയാണ് വിധിച്ചിരിക്കുന്നത്. ഇതിൽ 19 വർഷം പൂർത്തിയാക്കി കഴിഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ വൈകാതെ പുറത്തിറങ്ങാൻ കഴിയുമെന്നാണ് ഒരു പ്രതീക്ഷയുള്ളത്. നമുക്കൊപ്പം ഈ റഹീമിന്റെ സഹോദരൻ തന്നെയുണ്ട്. എന്തായാലും നമ്മളേറെ കുറച്ച് നാളുകളായി കാത്തിരുന്ന ഒരു വാർത്ത തന്നെയാണ് ഇന്ന് വന്നിരിക്കുന്നത്. അതായത് നമ്മളിപ്പം ക്യാഷ് കൊടുത്തിട്ട് ഒരു വർഷത്തോളമായാലും വെയിറ്റ് ചെയ്യുന്നു. അപ്പൊ ഇങ്ങനെ കേസ് മാറ്റിക്കുന്തോറും നമുക്കിങ്ങനെ ആദ്യമായിരുന്നു എന്താന്നുള്ളത്. ഇപ്പൊ നല്ലൊരു വാർത്ത വന്നു, 20 വർഷം തടവാന്ന്. എന്നാലും നമുക്ക് കുഴപ്പമില്ല. 20 വർഷം അവനെ അനുഭവിച്ചു കഴിഞ്ഞു. ഏകദേശം 19 വർഷം അനുഭവിച്ചു കഴിഞ്ഞു. ഇനി ഒരു വർഷം അല്ലെങ്കിൽ 6 മാസം അത്രയല്ലേ ഉള്ളൂ വെയിറ്റ് ചെയ്യുക. ജീവനോട് നാട്ടിലേക്ക് വരുന്നുണ്ടല്ലോ, സന്തോഷത്തിലാണ്.
എല്ലാവരോടും നന്ദി അറിയിക്കുകയാണ്. മുമ്പ് എപ്പോഴും പറഞ്ഞവരെ നിങ്ങളുടെ എല്ലാവരോടും നന്ദി അറിയിക്കുകയാണ്. ചാനലുകാരോടും പുറത്തേക്ക് വാർത്ത കൊടുത്തവരോടും. ഈ നമ്മൾ ഒരു രൂപ ഇല്ലാതാണ് നമുക്ക് 34 കോടി അവർ ആവശ്യപ്പെട്ടപ്പോൾ നമ്മൾ ഇറങ്ങിയത്. ഇത് വിജയിക്കുമെന്ന് നമുക്ക് ഒരു പ്രതീക്ഷയില്ലായിരുന്നു. പെട്ടെന്ന് 34 കോടി അതിന്റെ അപ്പുറം നമുക്ക് വന്നു. അത് നിങ്ങൾ ചാനലുകാരും വാർത്താ മാധ്യമങ്ങളും എല്ലാവരും പുറത്തേക്ക് ഈ വാർത്ത കൊടുത്തതിന്റെ അടിസ്ഥാനത്തിലാണ്. ഏതായാലും അവനെ ജീവനോടെ നാട്ടിലേക്ക് വരുന്നു എന്നുള്ള പ്രതീക്ഷയിലാണ്, സന്തോഷത്തിലാണ്. എല്ലാം നന്ദിയും കടപ്പാട് അറിയിക്കുകയാണ്. ഈ വർഷങ്ങളോളം ഒരു പ്രതീക്ഷയുടെ ഒരു തരിമ്പ് പോലും ഇല്ലായിരുന്നല്ലേ? കാരണം എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം, എന്ത് ചെയ്താൽ ആളെ എത്തിക്കാൻ പറ്റും, അദ്ദേഹത്തെ എത്തിക്കാൻ പറ്റുമോ എന്ന് പോലും, അതായത് ജീവനോടെ എത്തിക്കാൻ പറ്റുമോ എന്ന് പോലും ഒരു പ്രതീക്ഷ ചില ഘട്ടങ്ങളിൽ ഉണ്ടായിരുന്നില്ല അല്ലെ? വളരെ പെട്ടെന്നാണ് കാര്യങ്ങൾ. ഇത്ര ഈ 12 വർഷത്തോളം നമുക്ക് ഒരു പ്രതീക്ഷയില്ലായിരുന്നു. 3 വട്ടമാണ് ഈ 12 വർഷത്തിനുള്ളിൽ അവനെ വധശിക്ഷ വിധിച്ചത്. കാരണം ഒരു കുടുംബം ഒരു നിലക്കും നമുക്ക് അങ്ങനെ അടുക്കാൻ സമ്മതിക്കാത്ത ഒരു രൂപത്തിലായിരുന്നു. നമ്മൾ കുടുംബം, ഞാനും ഉമ്മയൊക്കെ നമുക്ക് അങ്ങോട്ട് പോകാൻ വേണ്ടി പലവട്ടം ശ്രമിച്ചതാണ്. പക്ഷേ ആ ഫാമിലി അങ്ങോട്ട് അടുപ്പിക്കുന്നില്ല. അവന്റെ ചോര സൗദിയിൽ വീഴണം എന്നുള്ള അത്രയും വാശിയിലായിരുന്നു. ആ വാശി ഒഴിവാക്കിയിട്ടാണ് അവർ ഈ 34 കോടി, അതായത് സൗദിയിലെ 15 മില്യൺ റിയാൽ ആവശ്യപ്പെട്ടതും നമുക്ക് ഇവിടെ സമാഹരിച്ച് കൊടുക്കാൻ സാധിച്ചതും. അവന്റെ ജീവൻ തിരിച്ചു കിട്ടിയെന്ന് നമുക്ക് ആശ്വസിക്കാം, പ്രാർത്ഥിക്കാം. ഈ മലയാളികളുടെ ഒരു വലിയ കൂട്ടായ്മ, ഏതാണ്ട് 9 ലക്ഷത്തിലധികം ആളുകളാണ് സംഭാവന ചെയ്തത്. ഒരുപക്ഷെ ഇത്തരം വലിയ കൂട്ടായ്മ വഴിയാണ് ഈ പണം സമാഹരിച്ചതെന്ന് അടക്കമുള്ള കാര്യങ്ങളൊക്കെ ആ സൗദി കുടുംബത്തെ സ്വാധീനിച്ചിരിക്കില്ല. കാരണം ഒരു മനുഷ്യന് വേണ്ടി ഒറ്റക്കെട്ടായി ജനങ്ങൾ നിലയുറപ്പിക്കുമ്പോൾ അത് ആ മറുവശത്തുള്ള ആളുകളുടെ മനസ്സിലും ഒരു ചെറിയ അലിവൊക്കെ ഉണ്ടാക്കി കാണാം. എന്താണ് അവർ ചിലപ്പോൾ ഇത്രയും പൈസ ചോദിച്ചാൽ നമുക്ക് കൊടുക്കാൻ കഴിയില്ല എന്നായിരിക്കും അവർ ചിലപ്പോൾ 15 മില്യൺ, അതായത് 34 കോടി ചോദിച്ചിട്ടുണ്ടാവാം. പക്ഷേ സമൂഹം, മലയാളികളെന്ന് ഞാൻ പറയുന്നില്ല, നമ്മൾ ഇതിനുണ്ടാക്കിയ ഒരു ആപ്പ് ഉണ്ടായിരുന്നു. ആപ്പ് നോക്കുമ്പോൾ ഇന്ത്യന്റെ പുറത്തുള്ള വിദേശ രാജ്യങ്ങൾ വരെ, അതിൽപ്പെട്ട ആളുകൾ വരെ ഇതിലേക്ക് പൈസ ചെയ്തിട്ടുണ്ട് ടെസ്റ്റ് ചെയ്തപ്പോൾ. അപ്പോൾ മലയാളികൾ മാത്രമല്ല, വിദേശത്തുള്ള എല്ലാവരും, സമൂഹം ഒന്നായിട്ട് ഇവന്റെ ജീവനും വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ട് എന്നുള്ളത് 100% ഉറപ്പാണ്. അപ്പോൾ അവർ പ്രതീക്ഷിക്കാത്തത് നമ്മൾ ചെയ്തു കൊടുക്കാൻ സാധിച്ചു. അതുണ്ടായതെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പം ഇതാണ് പ്രതീക്ഷിക്കാതെ പലതും, അപ്രതീക്ഷിതമായ പലതും ഇക്കാര്യത്തിൽ സംഭവിച്ചു. ഒരുപക്ഷെ കൂടുതൽ പണം ചോദിച്ചാൽ ഈ സാധു കുടുംബത്തിന് ഇത് താങ്ങാൻ കഴിയില്ല എന്ന പ്രതീക്ഷയിലായിരിക്കാം ഒരുപക്ഷെ ആ സൗദി കുടുംബം ഇത്രയധികം വലിയ പണം ചോദിച്ചത്. പക്ഷേ പിന്നീട് അത് ഒറ്റക്കെട്ടായി, മലയാളികൾ മാത്രമല്ല, നേരത്തെ കുടുംബം പറഞ്ഞതുപോലെ മലയാളികൾ മാത്രമല്ല, ലോകമെമ്പാടുമുള്ള ആളുകൾ ഇക്കാര്യത്തിനായി ഒരു വലിയ കാര്യത്തിനായി ഒറ്റക്കെട്ടായി നിൽക്കുകയും അത് സാധ്യതമാവുകയും ചെയ്തു. ഇപ്പോൾ ഈ നിയമസഹായ വേദിയുടെ പ്രവർത്തകർ നമ്മോടൊപ്പമുണ്ട്. അവർ വളരെ ഏറെ നാളുകളായി തന്നെ ഇതിന് പിന്നിൽ നിൽക്കുകയാണ്. നിയമസഹായ വേദിക്കും അഭിമാനിക്കാം. കാരണം ഒരു പ്രതീക്ഷയുടെ തുരുത്തുപോലും ഇല്ലാത്ത ഇടത്തു നിന്നുമാണ് ഇത്രയും ഇടത്തേക്ക് കാര്യങ്ങൾ എത്തിയത്. തീർച്ചയായും വളരെ സന്തോഷിക്കേണ്ട ദിനമാണെന്ന് ഞങ്ങൾ സംബന്ധിച്ചു. കാരണം 13ാമത്തെ ഒരു കേസാണ് ഇന്ന് ഇങ്ങനെ ആവുമെന്ന് ഞങ്ങൾ വിചാരിച്ചതല്ല. ഞങ്ങൾ തീർച്ചയായിട്ടും റിലീസാക്കപ്പെടും എന്നാണ് വിചാരിച്ചത്. എങ്കിലും ഏത് രാജ്യത്തിന്റെയും ഒരു ഫസ്റ്റ് പാർട്ട്, സെക്കൻഡ് പാർട്ട് ഉണ്ടാവുമല്ലോ. ഫസ്റ്റ് പാർട്ടിന്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ ഈ പൈസ കൊടുത്തതും മോചിപ്പിക്കാൻ നമ്മൾ പൈസ കൊണ്ടേ കൊടുത്തു. 35 കോടിയാണ് കൊടുത്തത്. പിന്നെ ഇന്ന് പബ്ലിക് പാർട്ടാണ് കൈകാര്യം. അതിനുവേണ്ടി 13 പ്രാവശ്യം കേസ് നീട്ടിവെച്ച് വെക്കുകയും ചെയ്തു. ഇന്ന് പബ്ലിക് പാർട്ടിന്റെ ഭാഗമായിക്കൊണ്ടാണ് നമ്മൾ ഇന്നിങ്ങനെ ഒരു അവസ്ഥയിൽ 20 വർഷത്തേക്കുള്ള ഒരു വിധി ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഞങ്ങൾ പ്രയാസമൊന്നുമില്ല. കാരണം വെച്ചാൽ 20 വർഷം എന്ന് പറയുന്നത് നമ്മൾ അറബി മാസവും ഇംഗ്ലീഷ് മാസവും നമ്മൾ വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഏകദേശം 3/4 കൊല്ലമാണ്. അപ്പോൾ ഈ 3/4 കൊല്ലം കുറച്ച് കൂട്ടിയാൽ മതിയാണ്. ഏകദേശം 19 വർഷമേ വിധി വന്നിട്ടുള്ളൂ, നമുക്ക് ശിക്ഷ ലഭിച്ചിട്ടുള്ളൂ. 19 ആയും ചെയ്തു. ഇതിന്റെ പ്രൊസീജിയർ ചെയ്യും തീർച്ചയായിട്ടും നമുക്ക് കൊണ്ടുവരാൻ പറ്റുന്ന പ്രതീക്ഷിക്കണം. ഉമ്മ കരഞ്ഞൊക്കെ ഉണ്ടാവും. ഉമ്മന്റെ മനസ്സ് ഏത് ഉമ്മ ആണെങ്കിൽ ചിരിക്കുക ചെയ്യും. ഉമ്മ അത്രയും മനസ്സിൽ കെട്ടിവെച്ച ഒരു പ്രയാസം തീർക്കാൻ വേണ്ടിയാണ് ഇന്നിവിടെ ഞങ്ങൾക്ക് മുമ്പിൽ കരയും സംസാരിക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടായി ചെയ്തിട്ടുണ്ട്. ഈ സൗദി കുടുംബം വലിയൊരു തുകയാണ് ചോദിച്ചത്. ഒരുപക്ഷെ നമുക്ക് എത്തിപ്പിടിക്കാൻ പറ്റുന്നതിനപ്പുറത്ത് പണമെന്ന് കണ്ടായിരിക്കാം അവർ പറഞ്ഞത്. പക്ഷെ നമ്മളത് എത്തിപ്പിടിച്ചു അല്ലേ? നമുക്ക് വളരെ വിശ്വാസം ഉണ്ടായിരുന്നു. നമ്മുടെ മലയാളി സമൂഹത്തിന്, അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തെ മുഴുവൻ ജനങ്ങളെയും വിശ്വാസത്തിലെടുത്തുകൊണ്ടാണ് ഞങ്ങൾ ഈ ഒരു വർക്കുമായി മുന്നോട്ട് പോയത്. പക്ഷെ നമ്മള് റംസാൻ മാസം വന്നത് നമുക്ക് വലിയ ഒരു അനുഗ്രഹമായി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഞാൻ അന്ന് പാർലമെന്റ് ഇലക്ഷനുമായി ബന്ധപ്പെട്ട ഇലക്ഷൻ വർക്കിലായിരുന്നു. ഈ ഞാൻ ഫറോക്കിൽ നിന്ന് കോഴിക്കോട് എത്തുന്നതിന് മുമ്പേ ഒരു 1.5 കോടിയിലധികം നമ്മളെ അക്കൗണ്ടിലേക്ക് കയറുന്നത് ഞാൻ നോക്കിയിട്ടായിരുന്നു. ആകെ 12 മിനിറ്റ് കൊണ്ട് നമുക്ക് 1.5 കോടിയിലധികം രൂപ 27ാം രാവിന്റെ അന്ന് ദിവസം കയറുന്നത് നമുക്ക് വളരെ പ്രതീക്ഷയോടെ നമ്മളത് കണ്ടത്. നേരത്തെ ഞങ്ങൾ കുറച്ച് സ്ലോ ആയിരുന്നു, പിന്നീട് വലിയ തോതിലേക്ക് അത് മാറി. അവസാനം ഞങ്ങൾ നിർത്താൻ പറഞ്ഞിട്ട് പോലും നമുക്ക് ഫണ്ട് വരുന്നത്
ഞാൻ നോക്കുന്നുണ്ടെന്ന് ചില്ലറ പൈസയും നോട്ടുകളും ഒക്കെ ആയിട്ട് ഇവിടുത്തെ ആളുകൾ അതൊക്കെ പലതും ഞങ്ങൾ മടക്കി അയച്ചതാണ്. കാരണം എന്നിരുന്നാൽ പോലും ചിലതൊക്കെ ഞങ്ങൾക്ക് വാങ്ങേണ്ടതായിട്ട് വന്നു. ഞങ്ങൾ പള്ളിയിൽ നിന്നൊക്കെ അത് പ്രാർത്ഥനയോടുകൂടി തന്നതാണ് എന്ന് പറഞ്ഞതുകൊണ്ട് ഞങ്ങൾക്ക് അത് വാങ്ങേണ്ടതായിട്ട് വന്നിട്ടുള്ളത്. അത് മറ്റൊരു അക്കൗണ്ടിലാണ് നമ്മൾ സൂക്ഷിച്ചിരുന്നത്. ബാക്കി കൃത്യമായ കണക്കുകളും എല്ലാം വെച്ചുകൊണ്ടാണ് ഞങ്ങൾ ചെയ്തിട്ടുള്ളത്. ബാലൻസ് എമൗണ്ട് ഉണ്ട് ഞങ്ങളുടെ കയ്യിൽ. അത് ബാങ്കിൽ FD ആയിട്ട് റഹീമിന്റെ വരവിന് ശേഷം അത് എന്ത് ചെയ്യണമെന്ന് ട്രസ്റ്റും ബന്ധപ്പെട്ട ആളുകളും കൂടിയിരുന്ന് ആലോചിച്ച് ഞങ്ങൾ ഇത്തരം പ്രവർത്തികൾക്ക് തന്നെ അത് ഉപയോഗിക്കണമെന്നാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. പാവപ്പെട്ട ആളുകളെ സഹായിക്കാൻ ഉദ്ദേശിക്കുന്നത്. അപർണ, ഇതാണ് വലിയൊരു ഒത്തൊരുമ പ്രകടമാക്കിയിരുന്നു. ആളുകൾ ഈ ചില്ലറ തുട്ടുകളും നോട്ടുകളും ഒക്കെയായി ഈ വീട്ടിലേക്ക് ഒഴുകി എത്തിക്കൊണ്ടിരുന്ന ഒരു ദിനമായിരുന്നു. എന്തായാലും അത്തരത്തിൽ 34 കോടി രൂപ സമാഹരിച്ച് നൽകിയിട്ടും എന്തുകൊണ്ട് മാസങ്ങളോളം വീണ്ടും മോചനം നീളുന്നുവെന്ന ചോദ്യം ഉയർന്നു. എന്തായാലും അതിനൊക്കെ ഒരു ഉത്തരമായിരിക്കുന്നു. അധികം വൈകാതെ അറബി വർഷങ്ങളുടെ ഒരു കണക്ക് കൂടി എടുത്താൽ ഈ ഒരു വർഷത്തിനുള്ളിൽ തന്നെ ഒരുപക്ഷെ റഹീം തന്റെ വീട്ടിലേക്ക് മടങ്ങിയെത്തി ഉമ്മയെ ഒരു നോക്ക് കാണും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. തീർച്ചയായിട്ടും ആ ഉമ്മയുടെ കണ്ണുനീരിന് മറുപടിയാകുകയാണ് ഏതായാലും അബ്ദുൾ റഹീമിന്റെ മോചനം വളരെ പെട്ടെന്ന് സാധ്യമാകും എന്നുള്ള വിവരം കൂടിയാണ് അനീഷ് കുമാർ റിപ്പോർട്ട് ചെയ്യുന്നത്. ഒരിടവേള. തിരുവനന്തപുരത്തെ IB ഉദ്യോഗസ്ഥയുടെ മരണവുമായി ബന്ധപ്പെട്ട കേസിൽ പ്രതിയായ സുഗാന്ത് സുരേഷ് കീഴടങ്ങി. കൊച്ചി DCP ഓഫീസിലെത്തിയാണ് പ്രതി കീഴടങ്ങിയത്. സുഗാന്തിനെ പ്രതി ചേർത്ത് ദിവസങ്ങൾ കഴിഞ്ഞിട്ടും പിടികൂടാത്തതിൽ പോലീസിനെതിരെ യുവതിയുടെ കുടുംബം ആരോപണമുയർത്തിയതിനിടെയാണ് പ്രതി കൊച്ചിയിൽ നിന്ന് കീഴടങ്ങിയത്. ഇന്ന് സുഗാന്തിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളിയിരുന്നു. ആജ്ഞ രവീന്ദ്രൻ ചേർന്നു. ആജ്ഞ, ഒരു പക്ഷേ ഇത്രയേറെ ദിവസങ്ങൾ ഈ അകത്ത് തന്നെ കഴിഞ്ഞതിന് ശേഷം ഒരു നിവൃത്തിയുമില്ല, അതായത് കോടതി പോലും കൂടെ നിൽക്കുകയില്ല എന്ന് ബോധ്യമായപ്പോൾ കൂടിയാണോ കീഴടങ്ങാനുള്ള ഒരു തീരുമാനത്തിലേക്ക് സുഗാന്ത് കടന്നിരിക്കുന്നത്? വിവരങ്ങൾ എന്താണ്? അവരുടെ ഹൈക്കോടതി മുൻകൂർ ജാമ്യാപേക്ഷ തള്ളുന്ന സാഹചര്യത്തിൽ സുഗാന്ത് കൃത്യമായി അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുൻപാകെ ഹാജരാകണം, അടിയന്തരമായി ഹാജരാകണമെന്ന് ഹൈക്കോടതി നിർദ്ദേശിച്ചിരുന്നു. അതേ തുടർന്നാണ് മറ്റൊരു മാർഗവുമില്ലാതെ 2 മാസമായി, അതായത് മാർച്ച് 24-ാം തീയതിയാണ് IB ഉദ്യോഗസ്ഥരുടെ മരണവുമായി ബന്ധപ്പെട്ട കേസ് ഉണ്ടാവുന്നത്. ഒരു നിവൃത്തിയുമില്ലാതെയാണ് ഈ 2 മാസത്തെ ഒളിവിന് ശേഷം സുഗാന്ത് അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുൻപാകെ കീഴടങ്ങുന്നത്. പേട്ടയിൽ നിന്നുള്ള പോലീസ് സംഘം വൈകുന്നേരം 5 മണിയോടുകൂടി എത്തി കൊച്ചി സെൻട്രൽ പോലീസ് സ്റ്റേഷനിലാണ് സുഗാന്ത് കീഴടങ്ങിയിട്ടുള്ളത്. കൊച്ചി സെൻട്രൽ പോലീസ് സ്റ്റേഷനിൽ നിന്നും സുഗാന്തിനെ അപ്പോൾ പേട്ട പോലീസ് എത്തുമ്പോൾ കൈമാറുമെന്നാണ് അറിയുന്നത്. എന്തായാലും ജാമ്യാപേക്ഷ സ്വീകരിക്കുന്ന സമയത്ത് ഹൈക്കോടതി ഇത് മഞ്ഞുമലയുടെ ഒരൊറ്റ മാത്രമേ പുറത്തു വന്നിട്ടുള്ളൂ എന്നുള്ള ഒരു നിരീക്ഷണമായിരുന്നു നടത്തിയത്. സുഗാന്തിന് നിരവധി സ്ത്രീകളുമായി, ഒന്നിലധികം സ്ത്രീകളുമായി ഒരേ സമയം ബന്ധമുണ്ടായിരുന്നു. മാത്രമല്ല ഈ IB ഉദ്യോഗസ്ഥയെ ആത്മഹത്യയിലേക്ക് തള്ളിവിടുന്ന നിർണായകമായ പങ്കാണ് സുഗാന്ത് വഹിച്ചിരുന്നതെന്നും കോടതി നിരീക്ഷിച്ചിട്ടുണ്ട്. IB ഉദ്യോഗസ്ഥയെ അത് ബലാത്സംഗ കുറ്റം ഉൾപ്പെടെയാണ് സുഗാന്തിനെതിരെ ചാർജ് ചെയ്തിരിക്കുന്നത്. ബലാത്സംഗ കുറ്റം, അതുപോലെ സാമ്പത്തികമായി ചൂഷണം ചെയ്തു, ആത്മഹത്യാ പ്രേരണ കുറ്റം തുടങ്ങിയ കേസുകളാണ്, വിവിധ വകുപ്പുകളാണ് സുഗാന്തിനെതിരെ ചാർജ് ചെയ്തിട്ടുള്ളത്. ആത്മഹത്യാ പ്രേരണ കുറ്റത്തിന് സുഗാന്തിന്റെ വാട്സാപ്പ് ചാറ്റ് തന്നെ മതിയാകുമെന്ന് കോടതി നിരീക്ഷിച്ചിട്ടുണ്ട്. വാട്സാപ്പ് ചാറ്റുകളുടെ അടിസ്ഥാനത്തിൽ സുഗാന്ത് IB ഉദ്യോഗസ്ഥയെ ആത്മഹത്യയിലേക്ക്, മരണത്തിലേക്ക് തള്ളിവിടുന്നതിനുള്ള നിർണായക പങ്ക് സുഗാന്ത് വഹിച്ചിട്ടുണ്ടെന്നും കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തായാലും സുഗാന്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്ന നീക്കം അത്ര നിസ്സാരമല്ല. അല്ലെങ്കിൽ ഈ IB ഉദ്യോഗസ്ഥയുടെ മരണവുമായി ബന്ധപ്പെട്ട സുഗാന്തിന്റെ പങ്ക് നിർണായകമാണ് എന്ന് തന്നെയാണ് ജസ്റ്റിസ് ബെച്ചു കുര്യൻ തോമസിന്റെ ബെഞ്ചാണ് ഹർജി പരിഗണിക്കുമ്പോൾ ഈ നിരീക്ഷണങ്ങൾ നടത്തിയത്. എന്തായാലും ജാമ്യ ഹർജി തള്ളിയ സാഹചര്യത്തിലാണ് 2 മാസത്തെ ഒളിവിന് ശേഷം സകുടുംബം സുഗാന്ത് ഒളിവിലായിരുന്നു. 2 മാസത്തെ ഒളിവിന് ശേഷം സുഗാന്ത് ഇപ്പോൾ കൊച്ചിയിൽ സെൻട്രൽ പോലീസ് സ്റ്റേഷനിൽ കീഴടങ്ങിയിരിക്കുന്നത്. അറസ്റ്റിനുള്ള നീക്കം ഉണ്ട് എന്നുള്ള സൂചന കിട്ടിയ ശേഷമാണ് സുഗാന്തിന്റെ അഭിഭാഷകൻ ഇത്തരത്തിൽ അറിയിച്ചത്. അതേ തുടർന്നാണ് സുഗാന്ത് കൊച്ചി സെൻട്രൽ പോലീസ് സ്റ്റേഷനിൽ കീഴടങ്ങിയത്. അതോ ഇനിയിപ്പോൾ കൂടുതൽ നിയമ പോരാട്ടങ്ങളിലേക്ക് കടക്കുമോ സുഗാന്ത്? അത് ഏത് തരത്തിലാണ്? ഒപ്പം തന്നെ എങ്ങനെയാണ് IB ഉദ്യോഗസ്ഥയുടെ കുടുംബം പ്രതികരിക്കുന്നത്? ഈ വിഷയത്തിനകത്തൊക്കെ ഒരു പക്ഷേ അത്തരം ചില വിഷമങ്ങളൊക്കെ ഇത് നീണ്ടു പോകുമ്പോഴൊക്കെ അവർ പ്രകടമാക്കിയതല്ലേ? തീർച്ചയായിട്ടും മാർച്ച് 24-ന് ആണ് ഈ കുടുംബമാണ് ഇവരുടെ മരണത്തെ തുടർന്ന്, IB ഉദ്യോഗസ്ഥരുടെ മരണത്തെ തുടർന്ന് കുടുംബമാണ് ഇത്തരത്തിൽ മകൾക്ക് ഇങ്ങനെ സഹപ്രവർത്തകനുമായി ബന്ധമുണ്ടായിരുന്നു. അതെ, സുഹൃത്തും സഹപ്രവർത്തകനുമായ സുഗാന്ത് സുരേഷ് മകളെ സാമ്പത്തികമായി ചൂഷണം ചെയ്തിരുന്നു എന്നുള്ള കാര്യം വെളിപ്പെടുത്തി രംഗത്തെത്തിയിരുന്നത്. അവരുടെ പരാതിയെ തുടർന്നാണ് പിന്നീട് പോലീസ് കേസെടുത്തതും അന്വേഷണം തുടങ്ങിയതും. അതിൽ നിന്നും സുഗാന്തിൻ്റെയും അതുപോലെ ഈ IB ഉദ്യോഗസ്ഥരുടെയും
ബാങ്ക് ട്രാൻസാക്ഷൻ്റെ ഡീറ്റെയിൽസും അക്കൗണ്ട് ഡീറ്റെയിൽസും ഒക്കെ പരിശോധിച്ചപ്പോൾ തന്നെ അതിലേക്ക് വ്യക്തത വരുത്തുന്ന കാര്യത്തിലുള്ള തെളിവുകൾ പോലീസിന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട്. കൃത്യമായ പരിശോധനകൾക്ക് ശേഷം അതുപോലെ വാട്സാപ്പ് ചാറ്റ് ഉൾപ്പെടെ ഫോൺ ഉൾപ്പെടെയുള്ള പരിശോധനകൾക്ക് ശേഷമാണ് സുകാന്ത് ഇതിൽ കുറ്റവാളിയാണ് എന്ന് പോലീസ് കണ്ടെത്താനായതും അതിനുശേഷമാണ് സുകാന്തിനെതിരെ കേസ് ചാർജ് ചെയ്തതും. ഈ ഐബി ഉദ്യോഗസ്ഥരുടെ മരണമുണ്ടായിരുന്ന സമയത്ത് തന്നെ സുകാന്ത് സകുടുംബം ഒളിവിലേക്ക് പോയി എന്നുള്ളതാണ് ശ്രദ്ധേയം. അതേ സമയത്ത് തന്നെ മറ്റൊരു പെൺകുട്ടിയുമായി അടുപ്പത്തിലുണ്ടായിരുന്നു. ആ അടുപ്പമാണ് ഐബി ഉദ്യോഗസ്ഥയും സുകാന്തും തമ്മിലുള്ള ബന്ധം വഷളാക്കാനും അത് ആ സ്ത്രീയെ ആത്മഹത്യയിലേക്ക് നയിക്കുന്ന ഒരു സാഹചര്യത്തിലേക്കും എത്തിയത് എന്നുള്ള നിരീക്ഷണമാണുള്ളത്. അതുമാത്രമല്ല, സുകാന്തിന് ഒന്നിലധികം സ്ത്രീകളുമായി ഒരേ സമയം ബന്ധമുണ്ടായിരുന്നു എന്നുള്ള ഗുരുതരമായ ഒരു ഇടപെടൽ സുകാന്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ടെന്ന് കോടതി കണ്ടെത്തിയിട്ടുണ്ട്. സാമ്പത്തിക ചൂഷണം, അതായത് ഈ സ്ത്രീയുടെ സാലറി ഉൾപ്പെടെ സാലറി ക്രെഡിറ്റ് ആവുന്നത് അതുപോലെ സുകാന്തിന്റെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയും അവർക്ക് ചെലവിനും മറ്റു ചില്ലറ കാര്യങ്ങൾക്കുമായി ചെറിയ പൈസ സുകാന്ത് തിരിച്ച് ഇവരുടെ അക്കൗണ്ടിലേക്ക് തിരിച്ചു നൽകുന്നതുമായിട്ടുള്ള തരത്തിലുള്ള ട്രാൻസാക്ഷൻസ് നടന്നിട്ടുണ്ട്. അങ്ങനെയായിരുന്നു അവരുടേത് ഉൾപ്പെടെയുള്ള സാമ്പത്തികം പണം ചിലവായിരുന്നു. സാലറി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചിലവാക്കിയിരുന്നതും അത് നിയന്ത്രിച്ചിരുന്നതും സുകാന്ത് തന്നെയായിരുന്നു. അതിലും പോലീസിന് വ്യക്തതയുണ്ട്. അതുപോലെ ഇവർ ലൈംഗിക ചൂഷണത്തിന് വിധേയമായിട്ടുണ്ട്. വിവാഹ വാഗ്ദാനം നൽകി ലൈംഗികമായി പീഡിപ്പിക്കൽ, അതുപോലെ അത് ബലാത്സംഗ കുറ്റം തന്നെയാണ് ചുമത്തിയിരിക്കുന്നത്. അതുപോലെ സാമ്പത്തികമായി ഒരു സ്ത്രീയെ ചൂഷണം ചെയ്യൽ, അതുപോലെ ആത്മഹത്യ പ്രേരണ കുറ്റം, ഈ 3 ഗുരുതരമായ കുറ്റങ്ങളാണ് സുകാന്തിനെതിരെ ചുമത്തിയിരിക്കുന്നത്. എന്തായാലും നടപടിക്രമങ്ങൾ ഇനി തുടങ്ങാനിരിക്കുന്നതേയുള്ളൂ. അപർണ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇനി വരും ദിവസങ്ങളിൽ അതിന് നടപടിക്രമങ്ങൾ ഉണ്ടാകും. ഇന്ന് സുകാന്തിനെ വൈകുന്നേരം പേട്ട പോലീസ് സ്റ്റേഷനിൽ നിന്നും, അവിടെയാണ് കേസുള്ളത്, പേട്ട പോലീസ് സ്റ്റേഷനിൽ നിന്നും അന്വേഷണ സംഘം എത്തി സെൻട്രൽ പോലീസ് സ്റ്റേഷനിൽ നിന്നും ഏറ്റുവാങ്ങും. ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ, അതായത് ആത്മഹത്യാ പ്രേരണ കുറ്റം എന്നുള്ളതിനപ്പുറത്തേക്ക് സാമ്പത്തിക ചൂഷണവും ഉണ്ടായി എന്നുള്ള കാര്യങ്ങൾ അത് പ്രോസിക്യൂഷൻ അത് കൃത്യമായി അത് ഉന്നയിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അത് കോടതി അത് അംഗീകരിക്കുകയും ചെയ്തിരിക്കുന്നു. അതായത് സാധാരണ നടക്കുന്ന ഒരു ബന്ധത്തിനപ്പുറത്തേക്കുള്ള ചില ചൂഷണങ്ങൾ ഇതിനകത്തുണ്ടായിട്ടുണ്ട് എന്നതുകൂടി വ്യക്തമാവുകയാണ് മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയതിലൂടെ, അല്ലേ? തീർച്ചയായിട്ടും അപർണ, അതുമാത്രമല്ല ഈ സാമ്പത്തിക ചൂഷണം ഒരു വലിയ കുറ്റകൃത്യമായി തന്നെയാണ് നിലനിൽക്കുന്നത്. കാരണം ഒരു സ്ത്രീയുടെ ഏണിംഗ് ആണ്, അത് മുഴുവൻ ഈ പ്രണയത്തിന്റെ അല്ലെങ്കിൽ സൗഹൃദത്തിന്റെ പേരിലൊക്കെ സ്വന്തം അക്കൗണ്ടിലേക്ക് വാങ്ങുകയും അവരുടെ സാമ്പത്തിക സ്വാതന്ത്ര്യം അനുവദിക്കാതിരിക്കുകയും ചെയ്യുന്നൊരു കുറ്റകൃത്യം ആണ് സുകാന്തിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുള്ളത്. അതുമാത്രമല്ല, മറ്റു സ്ത്രീകളുമായി അതേസമയം ബന്ധം നിലനിർത്തുക, അത് ഈ വാട്സാപ്പ് ചാറ്റിൽ ചോദിക്കുക, നീ മരിക്കുന്നില്ലേ, നീ മരിച്ചിട്ട് വേണം എനിക്ക് മറ്റേ ആളോടൊപ്പം പോകാൻ, അല്ലെങ്കിൽ ആ ബന്ധം തുടരാനെന്നുള്ള തരത്തിലുള്ള വാട്സാപ്പ് ചാറ്റുകൾ പുറത്തു വന്നിരുന്നു. അത്തരത്തിൽ അവരെ മാനസികമായി പീഡിപ്പിക്കുക, അങ്ങനെ കുറേ കാര്യങ്ങൾ സുകാന്തിന്റെ ഭാഗത്ത്, അതായത് ഐബി ഉദ്യോഗസ്ഥയെ മരണത്തിലേക്ക് തള്ളിവിട്ടതിൽ പൂർണ്ണ ഉത്തരവാദിത്തം സുകാന്തിന് തന്നെയാണ് എന്ന് തന്നെയാണ് കോടതി വ്യക്തമാക്കുന്നത്. മഞ്ഞുമലയുടെ ഒരു അറ്റം മാത്രമേ പുറത്തു വന്നിട്ടുള്ളൂ. അതായത് ഇപ്പോൾ വ്യക്തമായിരിക്കുന്നതും അല്ലെങ്കിൽ സുകാന്തിനെതിരെ ചേർത്തിരിക്കുന്ന ചാർജുകൾ ഒരുപക്ഷെ ഇനിയും ഒരുപാട് കുറ്റകൃത്യങ്ങൾ പുറത്തു വരാനുണ്ട് സുകാന്ത് സുരേഷ് എന്ന വ്യക്തിയിൽ നിന്നുമെന്നാണ് കോടതി നിരീക്ഷിക്കുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും വരും ദിവസങ്ങളിൽ പോലീസ് ചോദ്യം ചെയ്യുന്നതോടുകൂടി സുകാന്ത് ഈ 2 മാസം, അതായത് അറസ്റ്റ് ഭയന്ന് 2 മാസം സുകാന്തും ഫാമിലിയും ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് ഒളിവിലായിരുന്ന ഒരു സാഹചര്യമുണ്ട്. പക്ഷേ ഇപ്പോൾ ഹൈക്കോടതി മുൻകൂർ ജാമ്യം നിഷേധിക്കുക മാത്രമല്ല അന്വേഷണ ഉദ്യോഗസ്ഥന് മുമ്പേ സുകാന്ത് കീഴടങ്ങിയേ പറ്റൂ എന്ന് കോടതി നിർദ്ദേശിച്ചതിനെ തുടർന്നാണ്, കോടതി ഉത്തരവിനെ തുടർന്നാണ് സുപ്രീം കോടതിയിൽ പോലും പോകാനുള്ള സാഹചര്യം ലഭിക്കാതെ സുകേഷിന് അടിയന്തരമായി പോലീസിനെ കീഴടങ്ങേണ്ടി വന്ന സാഹചര്യം ഉണ്ടായത്. എന്തായാലും കീഴടങ്ങിയിട്ടുണ്ട്. കൊച്ചി സെൻട്രൽ പോലീസ് സ്റ്റേഷനിലാണ് കീഴടങ്ങിയിട്ടുള്ളത്. മറ്റ് നടപടിക്രമങ്ങൾക്ക് ശേഷം വൈകുന്നേരം 5 മണിയോടുകൂടി പേട്ട പോലീസിന് കൈമാറുമെന്നാണ് അറിയിക്കുന്നത്. എന്തായാലും വരും ദിവസങ്ങളിൽ സുകാന്തിനെതിരെ ചുമത്തിയിരിക്കുന്ന കുറ്റകൃത്യങ്ങൾ മറ്റെന്തെങ്കിലും പുറത്തു വരാനുണ്ടോ, മറ്റെന്തെങ്കിലും സാഹചര്യങ്ങൾ ഇനിയും മറ്റെന്തെങ്കിലും വകുപ്പുകൾ ചേർക്കാനുണ്ടോ, ഇത്തരം സാഹചര്യങ്ങളൊക്കെ ഇനിയും വ്യക്തമാകാനുണ്ട്. എന്നിരുന്നാൽ പോലും നിലവിൽ സുകാന്ത് കീഴടങ്ങിയിരിക്കുകയാണ്. ഹൈക്കോടതിയുടെ ഉത്തരവിനെ തുടർന്നാണ് സുകാന്ത് കീഴടങ്ങിയത്. അപർണ രവീന്ദ്രൻ വിവരങ്ങൾ നൽകിയത്. കൊച്ചി തീരത്തിന് സമീപം അറബിക്കടലിൽ മുങ്ങിത്താണ കപ്പലിൽ നിന്ന് കടലിൽ വീണ കൂടുതൽ കണ്ടെയ്നറുകൾ കേരള തീരത്തേക്ക് അടിയുന്നു. കൊല്ലത്തെയും ആലപ്പുഴയിലെയും തീരപ്രദേശത്താണ് കണ്ടെയ്നറുകൾ അടിഞ്ഞത്. കൊല്ലം തീരത്ത് മാത്രം ഇതുവരെ 23 കണ്ടെയ്നറുകളാണ് കരക്കടിഞ്ഞത്. കണ്ടെയ്നറുകളുടെ അടുത്തേക്ക് ആളുകൾ പോകരുതെന്നും തുടരുതെന്നും മുന്നറിയിപ്പ് നൽകി.
വിവരങ്ങളുമായി ആലപ്പുഴയിൽ നിന്ന് ശരണ്യ സ്നേഹജൻ, കൊല്ലത്ത് നിന്ന് എസ് വിനീഷൻ ചേരുന്നു. ആദ്യം ശരണ്യയിലേക്ക്. ശരണ്യ, മണിക്കൂറുകളായി ഈ ഒരു ആശങ്ക തീരപ്രദേശത്ത് തുടരുന്ന ഒരു സാഹചര്യം, ഏത് തരത്തിലുള്ള ജാഗ്രതാ നിർദ്ദേശങ്ങളുണ്ട്? കൂടുതൽ കണ്ടെയ്നറുകൾ ഒഴുകിയെത്തുന്നു എന്നുള്ള വിവരങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത്തരത്തിലുള്ള റിപ്പോർട്ടുകളും വരുന്നുണ്ട് ഈ സമയത്ത്. ഇന്നലെ 12 ആലപ്പുഴ ഏകദേശം 25ഓളം കണ്ടെയ്നറാണ് എത്തിയിട്ടുള്ളത്. അത് തന്നെ ആലപ്പുഴ വലിയഴിക്കൽ എത്തിയ കണ്ടെയ്നർ ഇപ്പോൾ കസ്റ്റംസ് ഉദ്യോഗസ്ഥർ വന്ന് പരിശോധിച്ചു. ആ പരിശോധനയുടെ ഭാഗമായി അവർ വ്യക്തമാക്കിയിരിക്കുന്നത് ആശങ്കയ്ക്ക് വകയില്ല. അത് കോട്ടൺ തുണികൾ കൊണ്ട്, അതായത് കോട്ടൺ തുണികൾ നിർമ്മാണത്തിന് വേണ്ടിയുള്ള അസംസ്കൃത വസ്തുക്കൾ കൊണ്ടുപോയ കണ്ടെയ്നർ ആണെന്നുള്ള സ്ഥിരീകരണത്തിലേക്ക് വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ മറ്റ് ആശങ്കകൾക്ക് വകയില്ല എന്നുള്ളത് ഇപ്പോൾ മന്ത്രി പി പ്രസാദ് തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. രാവിലെ മുതൽ തന്നെ മന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ സ്ഥലത്തുണ്ടെങ്കിലും ഉച്ചയോടടുത്താണ് ഇപ്പോൾ കസ്റ്റംസ് ഉദ്യോഗസ്ഥർ വന്ന് ഇപ്പോൾ പരിശോധന നടത്തി ഒരു സ്ഥിരീകരണത്തിലേക്ക് എത്തിയിട്ടുള്ളത്. മാത്രമല്ല രാവിലെ മുതൽ തന്നെ പ്രദേശത്തൊക്കെ ഒരു അലേർട്ട് ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗമായി ഉണ്ടായിരുന്നു. 200 മീറ്റർ അകലം എല്ലാവരും പാലിക്കണം. തീരദേശവുമായി അടുത്ത്, പ്രത്യേകിച്ച് ഈ വലിയഴിക്കലും തൃക്കുന്നപ്പുഴ അടക്കമുള്ള തീരദേശ പ്രദേശങ്ങൾ കടലിനും കായലിനും ഇടയ്ക്കുള്ള പ്രദേശങ്ങളാണ്. അതുകൊണ്ട് തന്നെ വളരെ അടുത്ത് ജനവാസ കേന്ദ്രങ്ങൾ കടലിനോട് ചേർന്ന ഉള്ള ഇടം കൂടിയാണ്. അതുകൊണ്ട് ഈ സ്ഥലങ്ങളിൽ നിന്നും 200 മീറ്റർ പരിധിയിലുള്ള ആളുകളെ ഒഴിപ്പിക്കുക, വീടുകളിൽ നിന്ന് ഒഴിപ്പിക്കുക അടക്കമുള്ള കാര്യങ്ങൾ ചെയ്തിരുന്നു. എന്തായാലും കണ്ടെയ്നറിൽ, ആലപ്പുഴ വലിയഴിക്കലിൽ അടിഞ്ഞ കണ്ടെയ്നറിൽ ഉള്ളത് ഇപ്പോൾ വസ്ത്രനിർമ്മാണത്തിന് വേണ്ടിയുള്ള അസംസ്കൃത വസ്തുക്കളാണെന്ന് കസ്റ്റംസ് സ്ഥിരീകരിച്ചതോടുകൂടി അത്തരമൊരു ആശങ്ക മാറിയിട്ടുണ്ട്. പക്ഷേ എങ്കിൽ പോലും കടലിൽ നമുക്കറിയാം വലിയഴിക്കലോട് ചേർന്ന ചെറിയഴിക്കൽ, ശക്തികുളങ്ങര അടക്കമുള്ള മേഖലകളിൽ 25ഓളം കണ്ടെയ്നറുകൾ എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കണ്ടെയ്നറുകൾ പലതും കാലിയാണ് എന്നുള്ളതാണ്. അത്തരത്തിൽ കാലിയായ കണ്ടെയ്നറുകൾ ഉണ്ടായിരുന്നത് എന്താണ്? രാസപദാർത്ഥങ്ങളായിരുന്നോ? ഒപ്പം തന്നെ അത് കടലിൽ എത്രമാത്രം അതിന്റെ ഒരു പ്രത്യാഘാതങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇനിയും പഠിക്കേണ്ടതായുണ്ട്. അതുകൊണ്ട് തന്നെ തീരത്ത് ഇറങ്ങുന്ന അടക്കമുള്ള കാര്യങ്ങളിൽ കർശനമായി ഉള്ള നിയന്ത്രണം പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും വലിയഴിക്കൽ അടിഞ്ഞ 2 കണ്ടെയ്നറുകൾ ഒരുമിച്ച് കൂട്ടി യോജിപ്പിച്ച നിലയിൽ ഒഴിഞ്ഞ കണ്ടെയ്നറുകളായാണ് കണ്ടത്. ഒപ്പം തന്നെ ഇതിനകത്തു നിന്നും രാവിലെ ഓറഞ്ച് കളറിലുള്ള പാക്കറ്റുകൾ, ഓറഞ്ചും വെള്ളയും നിറങ്ങൾ കലർന്ന നിരവധി പാക്കറ്റുകൾ പുറത്തേക്ക് വരികയും ചെയ്തിരുന്നു. ഇപ്പോൾ ആധികാരികമായി തന്നെ കസ്റ്റംസ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി ഈ പരിശോധന നടത്തിയിട്ടുണ്ട്. ഇനി കസ്റ്റംസിന്റെ നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ചാൽ മാത്രമേ ഈ കണ്ടെയ്നറുകൾ ഇവിടെ നീക്കം ചെയ്യാൻ കഴിയുള്ളൂ. അതിന് ഇനിയും നടപടിക്രമങ്ങൾ ഉണ്ട്. അത്തരം കാര്യങ്ങൾ പൂർത്തീകരിച്ചാൽ മാത്രം ആണ് ഇവിടുന്ന് സാധനങ്ങൾ നീക്കം ചെയ്യാനായി കഴിയുകയുള്ളൂ. ശരണ്യ, ഈ എണ്ണപ്പാട പടർന്നൊരു സാഹചര്യം കൊച്ചി തീരത്തുണ്ടായിരുന്നു. അത് കോസ്റ്റ് ഗാർഡ് കൂടുതൽ സജ്ജീകരണങ്ങളൊക്കെ ഏർപ്പെടുത്തുന്ന സാഹചര്യം ആലപ്പുഴ തീരത്ത് അങ്ങനെ ഒരു ആശങ്ക കൂടിയുണ്ടോ? നമുക്കറിയാം തീരദേശം ഏറ്റവും കൂടുതൽ ഉള്ള ജില്ലകളിലൊന്നാണ് ആലപ്പുഴ. ആലപ്പുഴയിൽ ഇപ്പോൾ ഈ കണ്ടെയ്നർ അടിഞ്ഞ വലിയഴിക്കൽ ഭാഗത്ത് മാത്രമല്ല പോലീസിന്റെ ഡയറക്ഷൻസ് ഉള്ളത്. അത് ഇപ്പോൾ അർത്തുങ്കൽ ഭാഗത്തൊക്കെ തന്നെയും അനൗൺസ്മെന്റ് പോകുന്നുണ്ട്. പോലീസിന്റെ നേതൃത്വത്തിലുള്ള അനൗൺസ്മെന്റ് വാഹനങ്ങൾ പോകുന്നുണ്ട്. 200 മീറ്റർ അകലം പാലിക്കണമെന്നും കടലിൽ ഇറങ്ങരുതെന്നുമുള്ള കൃത്യമായ നിർദ്ദേശം നൽകുന്നുണ്ട്. ഒരുപക്ഷെ ഇത്തരത്തിലുള്ള എണ്ണപ്പാടം ഇന്നലെ തോട്ടപ്പള്ളി രാത്രിയിൽ ആലപ്പുഴ കളക്ടർ അലക്സ് വർഗീസ് തോട്ടപ്പള്ളിയിലടക്കം പരിശോധന നടത്തിയിട്ടുണ്ടായിരുന്നു. അത്തരത്തിലൊരു എണ്ണയുടെ ഒരു സാന്നിധ്യം ഉണ്ടോ എന്നുള്ള ഒരു സൂചനയുടെ അടിസ്ഥാനത്തിലായിരുന്നു. പക്ഷേ മറ്റ് ആശങ്കകൾക്ക് വകയില്ല എന്നുള്ളത് വ്യക്തമാക്കുമ്പോൾ പോലും കുട്ടനാട്ടിലേക്ക്, പ്രത്യേകിച്ച് നല്ല മഴയുണ്ട്, കടൽക്ഷോഭമുണ്ട്, അത്തരം പ്രതിസന്ധികൾ നിലനിൽക്കുന്ന ഘട്ടത്തിൽ കുട്ടനാട്ടിലേക്കുള്ള പൊഴികൾ, അതായത് തോട്ടപ്പള്ളി സ്പിൽവേയുടെ പൊഴികൾ മുറിക്കുന്നതിന് സംബന്ധിച്ച് തീരുമാനമായിട്ടുണ്ട്. അതായത് ഉടനെ അത് മുറിക്കേണ്ടതില്ല എന്നുള്ള നിർദ്ദേശമാണ്. കടൽ ജലം കുട്ടനാട്ടിലേക്ക് കലരുന്നത് തടയാൻ വേണ്ടിയാണ് അത്തരമൊരു നീക്കം എടുത്തിരിക്കുന്നത്. അത് പക്ഷേ മറ്റു രീതിയിലും ആലപ്പുഴ തീരദേശ മേഖലകളിൽ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും. കാരണം തീരദേശ മേഖലകളിൽ വലിയ കടൽക്ഷോഭമാണ് അനുഭവപ്പെടുന്നത്. പൊഴി മുറിച്ച് പരമാവധി വെള്ളം പുറത്തേക്ക് തള്ളിയില്ലെങ്കിൽ അത് പ്രശ്നമുണ്ടാകുന്ന സാഹചര്യം ഉണ്ടാവും. അതിനോടൊപ്പം തന്നെ കുട്ടനാടൻ മേഖലയിൽ വെള്ളക്കെട്ടുണ്ടാകുന്നതും ഈ പൊഴി മുറിക്കാത്തത് ഇടയാക്കുകയും ചെയ്യും. അങ്ങനെ ഒരു പ്രതിസന്ധി കൂടി ആലപ്പുഴ അഭിമുഖീകരിക്കുന്നുണ്ട്. പറഞ്ഞ ശരണ്യ, മത്സ്യ മേഖല ഏത് തരത്തിലുള്ള ഒരു ആശങ്കയിൽ കൂടിയാണ്? ഒരുപക്ഷെ അത് ഇനിയും പഠനങ്ങളൊക്കെ നടക്കണമെന്നൊക്കെ പറയുന്ന ഒരു സാഹചര്യമുണ്ട്. അത്തരം വിഷയങ്ങൾ ഉണ്ടാവുകയില്ല എന്നുള്ള ഉറപ്പൊക്കെ പല ഭാഗത്തു നിന്ന് വരികയും ചെയ്യുമ്പോൾ മത്സ്യബന്ധനത്തിന് പോകാൻ കഴിയാത്തൊരു സാഹചര്യം, താൽക്കാലികമായി നിരോധിച്ചിരിക്കുന്ന ഒരു സാഹചര്യം ഒക്കെ നിൽക്കുമ്പോൾ ഈ തരത്തിൽ കണ്ടെയ്നറുകൾ കടലിൽ വീഴുകയും ഇത് എപ്പോഴത്തേക്കും മാറ്റാൻ കഴിയുമെന്ന ഉറപ്പ് പൂർണ്ണമായി കിട്ടാത്ത ഒരു സാഹചര്യമൊക്കെ ഉണ്ട്. മത്സ്യമേഖലയ്ക്ക് ആശങ്കയുണ്ട് ഈ വിഷയത്തിൽ?
തീർച്ചയായിട്ടും ഇത് കേരള സർക്കാർ അവരുടെ യാർഡുകളിലേക്ക് കണ്ടെയ്നറുകൾ മാറ്റും. അതിനുശേഷം നമുക്കൊരു ഫീ ഒടുക്കിയ ശേഷമായിരിക്കും ഇത് പിന്നീട് കൊണ്ടുപോകാൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കഴിയുക. അത് ഓരോ പ്രൊസീജിയറാണ്. കസ്റ്റംസ് ഉദ്യോഗസ്ഥർ എത്തി ഇത് വെരിഫൈ ചെയ്യണം, ഈ കണ്ടെയ്നറുകൾ ട്രാക്ക് ചെയ്യണം. അതിനുശേഷം അത് മറ്റു നടപടിക്രമങ്ങളിലൂടെ മാത്രമേ സംസ്ഥാന സർക്കാരിന് തുകയടക്കം അടച്ചതിന് ശേഷം മാത്രമേ ഇത് ഇവിടുന്ന് കൊണ്ടുപോകാൻ തുറമുഖ വകുപ്പിന് അതിന്റെ യാർഡുകളുണ്ട്, അത്തരത്തിൽ ഇടപെടലുകളുണ്ട്. ആ തുറമുഖ വകുപ്പ് അവരുടെ കസ്റ്റഡിയിലേക്ക് മാറ്റും. അങ്ങനെ പല പ്രൊസീജിയറുകളിലൂടെ കടന്നാണ് ഇത് പോകുന്നത്. പക്ഷേ ഇതിനകത്തൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ആലപ്പുഴയും കൊല്ലം ജില്ലകളിലുമായി എത്തിയിട്ടുള്ള 25ഓളം കണ്ടെയ്നറുകൾ എല്ലാം ഒഴിഞ്ഞതാണ്. എനിക്ക് തോന്നുന്നു ഒരെണ്ണത്തിൽ മാത്രമാണ് കൊല്ലത്തെത്തിയിട്ടുള്ള ഒരെണ്ണത്തിൽ മാത്രമാണ് സാധനങ്ങൾ ഉള്ളതായ ഒരു വിലയിരുത്തലുണ്ടായിരുന്നു. ഇവിടെ വലിയൊരിക്കൽ വന്ന കണ്ടെയ്നറുകൾ തകർന്ന് അതിനകത്തുനിന്ന് ഉണ്ടായിരുന്ന അവശേഷിക്കുന്ന കുറച്ച് ബണ്ടിലുകൾ പോലെയുള്ള അസംസ്കൃത വസ്തുക്കൾ, തുണിയുടെ അസംസ്കൃത വസ്തുക്കൾ ഉണ്ടായിരുന്ന ഓറഞ്ച് കളറിലെ പാക്കറ്റുകളാണ് പുറത്തേക്ക് വന്നുകൊണ്ടിരുന്നത്. പക്ഷേ അതിനോടൊപ്പം 2 കണ്ടെയ്നറുകളിൽ നിന്നും അത്രയും സാധനങ്ങൾ മാത്രമല്ല വരേണ്ടത്, അതിൽ കൂടുതൽ ഉണ്ടാവണം. അപ്പൊ അങ്ങനെയാണെങ്കിൽ തീർച്ചയായും ഈ കെമിക്കൽ കണ്ടന്റുകൾ ഉൾപ്പെടെ ഈ ഒഴുകി പോയ മേഖലകളിലൊക്കെ അത് ഏത് രീതിയിലുള്ള പ്രത്യാഘാതം ഇനിയും ഉണ്ടാക്കുമെന്നുള്ള കാര്യം പറയാനാകില്ല. പ്രത്യേകിച്ച് ഇവിടെ തീരദേശ മേഖലകളിലെ കടൽക്ഷോഭം രൂക്ഷമാണ്, ശക്തമായ കാറ്റുണ്ട്. അതുകൊണ്ട് തന്നെ മത്സ്യത്തൊഴിലാളികൾക്ക് മഴയുടെ ശക്തി പ്രാപിച്ചതുകൊണ്ട് കടൽ പോകാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിന് കൂടെയാണ് ഇതും കൂടി സംഭവിച്ചിരിക്കുന്നത്. എന്തായാലും നിലവിൽ ഈ കാലാവസ്ഥാ വ്യതിയാനങ്ങൾ കൊണ്ട് തന്നെ മത്സ്യത്തൊഴിലാളികൾ മത്സ്യബന്ധനത്തിന് പോകാത്തൊരു സാഹചര്യമാണുള്ളത്. അതിന്റെ കൂട്ടത്തിൽ ഇത് മത്സ്യസമ്പത്തിനെ അടക്കം ബാധിക്കുമോ? പ്രത്യേകിച്ച് ഒരു കെമിക്കൽ കണ്ടന്റ് ആണല്ലോ ഈ വെള്ളത്തിലേക്ക് വന്നിരിക്കുന്നത്. അത്തരം ആധികാരികമായ സ്ഥിരീകരണങ്ങളൊക്കെ ഇനി വരേണ്ടത് സർക്കാരിന്റെയും മറ്റു വകുപ്പുകളുടെയും ഭാഗമായാണ്. എന്തായാലും നിലവിൽ വറുതിയിലായിരുന്ന മത്സ്യത്തൊഴിലാളികൾക്ക് കൂടുതൽ പ്രതിസന്ധി കൂടി സൃഷ്ടിച്ചിരിക്കുകയാണ് ഈ പുതിയ സംഭവങ്ങൾ എന്ന് തന്നെ പറയാം. അപർണ. ശരണ്യ സ്നേഹജൻ ആലപ്പുഴയിൽ നിന്ന് പങ്കുവെക്കുന്നത് അവിടെയുള്ള മത്സ്യമേഖലകളുടെ അടക്കം ആശങ്കകളാണ്. എസ് വിനീഷ് കൂടി നമുക്കൊപ്പം ചേരുന്നു കൊല്ലത്ത് നിന്ന്. വിനീഷ്, കൊല്ലത്താണ് കൂടുതൽ കണ്ടെയ്നറുകൾ ആദ്യം തന്നെ എത്തിയത്. അത് രാവിലെയുള്ള മണിക്കൂറുകളൊക്കെ ആ ഒരു ആശങ്കയിലേക്ക് കാര്യങ്ങൾ പോയിരുന്നു. ഇപ്പോൾ കൊല്ലം തീരത്ത് 23 കണ്ടെയ്നറുകൾ ഇതുവരെ കരക്കടിഞ്ഞു എന്നുള്ളൊരു വിവരം വരുന്നു. കൂടുതൽ ഒഴുകി വരുന്നു എന്നുള്ളൊരു റിപ്പോർട്ടുകളുണ്ടോ? ആശങ്ക മാറിയോ? ഏത് തരത്തിലുള്ള പരിശോധനകൾ നടത്തുന്നു ഇപ്പോൾ? തീർച്ചയായും പറഞ്ഞ കൊല്ലത്ത് തീരത്തടിഞ്ഞ കണ്ടെയ്നറുകൾ കസ്റ്റംസ് പരിശോധനകൾ ആരംഭിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ 27 കണ്ടെയ്നറുകളാണ് ഇതുവരെ തീരത്തടിഞ്ഞത്. ഇതിൽ 4 കണ്ടെയ്നറുകൾ പരിശോധിച്ചപ്പോൾ വസ്ത്രങ്ങളും ന്യൂസ് പേപ്പറുകളും ഗ്രീൻ ടീയും മെഡിക്കൽ സാധനങ്ങളുമാണ് ഇതിൽ ഉണ്ടായിരുന്നത്. കണ്ടെയ്നറുകൾ നീക്കം ചെയ്യാൻ 7 റെസ്ക്യൂ ടീമുകൾ ഉടൻ എത്തുമെന്നാണ് നമുക്കറിയുന്നത്. ഇതിൽ 4 ടീമുകൾ തിരുവനന്തപുരത്ത് നിന്നും 3 ടീമുകൾ കൊച്ചിയിൽ നിന്നുമാകും എത്തുക. നിലവിൽ കണ്ടെയ്നറുകളെല്ലാം തന്നെ റോഡ് മാർഗം കൊല്ലം തുറമുഖത്ത് എത്തിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഇതിനായി എത്തുന്ന റെസ്ക്യൂ ടീമിന് ദുരന്ത നിവാരണ വിഭാഗം എല്ലാ സഹായങ്ങളും ഉറപ്പാക്കുമെന്നാണ് ജില്ലാ ഭരണകൂടം അറിയിച്ചിരിക്കുന്നത്. ചവറ, നീണ്ടകര തീരങ്ങളിലാണ് കണ്ടെയ്നറുകൾ അധികവും വന്ന് അടിഞ്ഞിരിക്കുന്നത്. കരുനാപ്പള്ളി, ചെറിയഴിക്കൽ തീരങ്ങളിൽ കണ്ടെയ്നറിൽ നിന്ന് വീണ ചാക്കുകെട്ടുകൾ അതായത് തീരപ്രദേശങ്ങളിൽ അടിഞ്ഞു കിടക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ചാക്കുകെട്ടുകളിൽ നിന്നും തന്നെ പൊതുജനങ്ങൾ ഈ ചാക്കുകെട്ടുകളിൽ നിന്നും തുടരുത് എന്നുള്ള ഒരു അറിയിപ്പും നൽകിയിട്ടുണ്ട്. കെമിക്കൽ സാന്നിധ്യം ഉണ്ടോ എന്നും കൃത്യമായി പരിശോധിക്കുന്നുണ്ട്. കൊല്ലം കരുനാഗപ്പള്ളി ചെറിയഴിക്കൽ തീരത്താണ് കണ്ടെയ്നർ രാത്രിയിൽ ആദ്യം അടിഞ്ഞത്. തുടർന്ന് ഇന്ന് പുലർച്ചെ ചവറ, ആൽത്തറമൂൾ ഭാഗത്തും നീണ്ടകരയിലും ശക്തികുളങ്ങരയിലും കണ്ടെയ്നറുകൾ അടിയുകയായിരുന്നു. തുറന്നിരുന്ന കണ്ടെയ്നറുകളിൽ നിന്നും രാസവസ്തുക്കൾ ചോർന്നിട്ടുണ്ടോ എന്നും കൃത്യമായി തന്നെ പരിശോധിക്കുന്നുണ്ട്. ഇതും അകലം പാലിക്കണമെന്നുള്ള നിർദ്ദേശത്തെ തുടർന്ന് സമീപത്ത് താമസിച്ചിരുന്ന 10 കുടുംബങ്ങളെയും മാറ്റിപ്പാർപ്പിച്ചതായിട്ടൊരു വാർത്ത പുറത്തു വന്നിരുന്നു. ഡോക്ടർ എസ് എം റാഫിയുടെ നേതൃത്വത്തിൽ അക്വാട്ടിക് ബയോളജി ആൻഡ് ഫിഷറീസ് വകുപ്പ് വാട്ടർ സാമ്പിളുകൾ ശേഖരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിന്റെ റിസൾട്ട് അടുത്ത ദിവസം തന്നെ വരും. വലിയ രീതിയിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്ന് തന്നെയാണ് പറയുന്നത്. എങ്കിലും ജാഗ്രത പാലിക്കണം എന്ന് ഒരു അറിയിപ്പും ജില്ലാ ഭരണകൂടം മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. എന്തായാലും കണ്ടെയ്നറുകൾ ഉൾപ്പെടെ നീക്കം ചെയ്യുന്നതിനായുള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ട് എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. NDRF സംഘം ഉൾപ്പെടെ സ്ഥലത്തേക്ക് എത്തും എന്ന് നമുക്ക് അറിയുന്നു. പറഞ്ഞു ഞാൻ തിരികെ എത്താം. വിനീഷ്, തുടരുക. കണ്ടെയ്നറുകൾ തീരത്ത് അടിഞ്ഞതോടെ മത്സ്യത്തൊഴിലാളികൾ ആശങ്കയിലെ അവരുടെ പ്രതികരണങ്ങളിൽ കൂടെ കേൾക്കാം. ഈ പറഞ്ഞ പോലെ തന്നെ പ്രദേശവാസികൾക്കെല്ലാം ഇത് എപ്പോൾ പരിഹരിക്കുമെന്നുള്ള ഒരു ചോദ്യം കൂടിയാണ് ഉള്ളത്. ഇത് നമ്മളൊരു 5:30 മണിയായപ്പോൾ സൗണ്ട് കേട്ടാ ചെല്ലുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം നമുക്കിപ്പോൾ അതൊന്നും ആളെല്ലാം നേരത്തെ കൂടി തന്നെയാണ്. പിന്നെ ജില്ലാ കളക്ടറൊക്കെ വന്നിട്ട് ആരെയും അടുപ്പിക്കാൻ പാടില്ല, അതിനകത്ത് കെമിക്കൽ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടാണ് എന്നുള്ള കാര്യം പറഞ്ഞിട്ട് പോലീസുകാർ വന്ന് ബാക്കിയുള്ളവരെല്ലാം ഒഴിപ്പിച്ചു. ഇപ്പോൾ ആൾക്കാരെ ആരെയും അങ്ങോട്ട് വിടുന്നില്ല. അത് പിന്നെ നേവിക്കാരോ ഒക്കെ
ഞങ്ങൾക്ക് വന്നതിന് ശേഷം അത് ആർക്കെങ്കിലും എന്തെങ്കിലും ചെയ്യാൻ പറ്റത്തുള്ളൂ എന്നാണ് പറഞ്ഞേക്കുന്നത്. കാരണം ഞങ്ങളെല്ലാം അവിടെ നിന്ന് ഞങ്ങൾക്ക് ഇങ്ങോട്ട് മാറ്റി. മത്സ്യബന്ധനത്തിൽ പോകുന്നതിന് ഇനി ബുദ്ധിമുട്ടാണ്. കെമിക്കൽ എന്തെങ്കിലും കടലിൽ കലർന്നിട്ടുണ്ട്, അതറിയാൻ പറ്റത്തില്ല. ഇവിടുത്തെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഒരു ദുരൂഹതയാണ് ഇപ്പം നിലവിൽ. അതായത് ഈ ഷിപ്പ് ഇവിടുന്ന് നമ്മുടെ ഗവൺമെൻറ് പറഞ്ഞിരിക്കുന്നത് ഇതിനകത്ത് എന്തെല്ലാം സാധനം ഉണ്ടായിരുന്നു വഴി അവർക്ക് പോലും അറിഞ്ഞുകൂടാന്നാണ് പറയുന്നത്. അങ്ങനെ ഒരു സാധനം ഇത് സംഭവിക്കാൻ ചാൻസ് ഇല്ല. അപ്പോൾ ഈ സാധനം എവിടുന്ന് കയറ്റിക്കൊണ്ട് പോകുമ്പോൾ ഞങ്ങളൊക്കെ ഈ ഷിപ്പിങ്ങിലൊക്കെ തൊഴിലെടുത്തിട്ടുള്ള കൂട്ടത്തിലാണ്. അപ്പോൾ അതുകൊണ്ട് ഇവർ അറിഞ്ഞുകൂടാന്നൊക്കെ പറയുന്നതൊക്കെ വെറുതെയാണ്. അപ്പോൾ ഇതിന് മറ്റെന്തെങ്കിലും കാര്യങ്ങളാണോ വേറെ അതിൻ്റെ ആരെങ്കിലും മനഃപൂർവ്വം ഇത് ഇവിടെ ഇത് ചെയ്യാൻ വേണ്ടി വന്ന വല്ല സ്ഫോടവസ്തുക്കളും എല്ലാം വന്ന് ആ കൂട്ടത്തിൽ സംഭവിച്ചാണോ ഇല്ലയോ ഒക്കെ ദുരൂഹത ഉണ്ട് ഇതിന്. കണ്ടെയ്നർ ഒരു രാവിലെ 7 മണിയോടെ ആയപ്പോൾ തന്നെ ഇവിടെ പോലീസ് വരുന്നുണ്ടായിരുന്നു. അപ്പം 7 മണിയോട് തന്നെ ഇത് പടിഞ്ഞാറ് കാണാനുണ്ടായിരുന്നു. പടിഞ്ഞാറ് അപ്പം നേരത്തെ തന്നെ നമുക്കൊരു നിർദ്ദേശമുണ്ട്, ഇതിങ്ങനെ വരികയാണെങ്കിൽ ആരും തുടരുത് പിടിക്കരുത് എന്നുള്ളൊരു നിർദ്ദേശം നമുക്ക് നേരത്തെ കിട്ടിയതിൻ്റെ പുറത്ത് നമ്മളതിൽ തൊടാനൊന്നും ആരും ശ്രമിച്ചിട്ടില്ല. പിന്നെ ഇപ്പോൾ ഇത് വന്നുകൊണ്ടിരിക്കുന്നു. മേ ബി ഇനി അടുത്ത് നെക്സ്റ്റ് വന്നുകൊണ്ടിരിക്കത്തേ ഉള്ളൂ. കാരണം ഇത് ഇവിടുത്തെ വെള്ളം ഒഴുക്കെന്ന് പറയുന്നത് തെക്ക് പടിഞ്ഞാറോട്ടാണ്. തെക്ക് അവിടുന്ന് വടക്കുന്നുള്ള കാറ്റും കൂടിയാണ്. അപ്പോൾ ഈ സംഭവം കൊച്ചി നടന്നിട്ടുണ്ടെങ്കിൽ തന്നെ ഈ സാധനം നമുക്ക് കൊല്ലം കഴിഞ്ഞ് അങ്ങോട്ടുള്ള സ്ഥലങ്ങളിൽ ഇത് തോനെ കയറാൻ സാധ്യതയുള്ളൂ. കണ്ടെയ്നർ കയറാൻ സാധ്യതയുള്ളൂ. വിനീഷിലേക്ക് ഉണ്ട്. വിനീഷ്, ഈ തരത്തിലുള്ള പ്രതികരണങ്ങൾ മത്സ്യ മേഖലയിൽ നിന്ന് വരുന്ന ഒരു സാഹചര്യമുണ്ട്. ഇത് പേടിക്കേണ്ട കാര്യമില്ല എന്ന് സർക്കാരും മന്ത്രിയും ഒക്കെ പറയുമ്പോഴും ഈ മത്സ്യബന്ധനം തൽക്കാലത്തേക്ക് നിരോധിച്ചിരിക്കുന്ന ഒരു സാഹചര്യം. ഇപ്പോൾ വേനൽ മഴ ഉണ്ടായി, നല്ലവണ്ണം കിട്ടി, കാലവർഷം നേരത്തെ വന്നു, സ്വാഭാവികമായിട്ട് കൂടുതൽ മത്സ്യ ഉൽപാദനമൊക്കെ നടക്കുന്ന ഒരു സമയമാണ്. ആ ഒരു വളരെ ഉപകാരപ്രദമാകുന്ന അല്ലെങ്കിൽ ഉപജീവനത്തിന് ഏറെ സഹായമാകുന്ന ആ ഒരു സമയം തന്നെ നഷ്ടപ്പെടുന്നതിനുള്ള നിരാശയൊക്കെ ഇല്ലേ മത്സ്യമേഖലയ്ക്ക്? തീർച്ചയായും മത്സ്യബന്ധനം ഉപജീവനമാക്കി സാധാരണക്കാരാണ് ഏറ്റവും കൂടുതൽ ഇവിടെ താമസിക്കുന്നത്. ശരിക്കും അവരുടെ ജോലിക്ക് തന്നെ ഒരു ഭീഷണിയെ മാറിയിരിക്കുകയാണ്. കാരണം നമുക്കറിയാം, ഇപ്പോൾ കാലവർഷക്കെടുതി രൂക്ഷമായ സാഹചര്യമുണ്ട്. അതുപോലെ തന്നെ കടലാക്രമണ ഭീഷണി നിലനിൽക്കുന്നുണ്ട്. ഇതൊക്കെ നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് ഇങ്ങനെയും കൂടി വന്നിരിക്കുന്നത്. നേരത്തെ ശരണ്യ സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയ രീതിയിലുള്ള ആശങ്കകളാണ് പ്രദേശവാസികൾ പങ്കുവയ്ക്കുന്നത്. കഴിഞ്ഞ ദിവസം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 5 കുടുംബങ്ങളെ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് തന്നെ ഇവിടെ നിന്ന് മാറ്റിപ്പാർപ്പിച്ച സാഹചര്യമുണ്ട്. ഇനി സ്ഥിതി ഗുരുതരമായി തുടരുകയാണെങ്കിൽ വീണ്ടും ആൾക്കാരെ മാറ്റിപ്പാർപ്പിക്കേണ്ട സാഹചര്യത്തിലേക്ക് എത്തുന്നു. കൂടുതലും ആൾക്കാർ സ്വയം തന്നെ മാറി താമസിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തി. ബന്ധുവീടുകളിലേക്കെല്ലാം അഭയം പ്രാപിച്ച ഒരു സാഹചര്യമുണ്ട്. എന്തായാലും വലിയൊരു ആശങ്ക തന്നെയാണ് ഈ തീരമേഖലയിൽ ഇപ്പോൾ നിലനിൽക്കുന്നത്. അപർണ. റൈറ്റ്. എസ് വിനീഷ് കൂടിയാണ് നമുക്ക് വിവരങ്ങൾ നൽകിയത്. നമ്മൾ നേരത്തെ കണ്ടത് ആ മേഖലയിലുള്ള അവരുടെ പ്രതികരണമായിരുന്നു. അതേസമയത്ത് ഇങ്ങനെ ഭയപ്പെടേണ്ട കാര്യമില്ല എന്നായിരുന്നു സർക്കാരിൻ്റെ ഒരു വിശദീകരണം. കണ്ടെയ്നറുകൾ തീരത്തടിഞ്ഞതിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നാണ് മന്ത്രി VN വാസവൻ പറയുന്നത്. ഇതുവരെ കണ്ടെത്തിയതിൽ അപകടകരമായ വസ്തുക്കളില്ല. യുദ്ധകാലാടിസ്ഥാനത്തിൽ സർക്കാർ നടപടികൾ സ്വീകരിക്കും. കപ്പലും കണ്ടെയ്നറുകളും നീക്കേണ്ടത് കമ്പനിയുടെ ഉത്തരവാദിത്തമാണെന്നും മന്ത്രി പറഞ്ഞു. പൊതുവിൽ നമ്മുടെ സംസ്ഥാനത്ത് ഗവൺമെന്റ് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത് പാരിസ്ഥിതിക ആഘാതം ഏതെങ്കിലും തരത്തിൽ നമുക്ക് ഉണ്ടാവാതിരിക്കാനുള്ള ശ്രമകരമായ നീക്കങ്ങൾ. അതോടൊപ്പം തന്നെ ഇപ്പോൾ കടലിലേക്ക് പോയിട്ടുള്ള കണ്ടെയ്നറുകളിൽ നിന്ന് ഏതെങ്കിലും ഇന്ധനങ്ങൾ വെളിയിലേക്ക് പൊട്ടിയൊലിച്ചു വന്നാൽ അതുണ്ടാക്കാവുന്ന ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ, ഇത്തരം കാര്യങ്ങളൊക്കെ ഉണ്ടാകാതിരിക്കാൻ സഹായിക്കുന്ന ജാഗ്രതയാണ് സംസ്ഥാന ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ചീഫ് സെക്രട്ടറിയുടെ സാന്നിധ്യത്തിൽ തന്നെ യോഗം ചേർന്ന് ശക്തമായ നടപടികളുമായി ജാഗ്രതയോടുകൂടി നിൽക്കുന്നു. വിനീഷിലേക്കുണ്ട്. വിനീഷ്, കാൽസ്യം കാർബൈഡ് അടക്കമുള്ള പദാർത്ഥങ്ങൾ അതിനകത്തുണ്ട് എന്നുള്ളൊരു സ്ഥിരീകരണം വന്നിട്ടുണ്ട്. അപ്പോഴും അപകടകരമായിട്ടുള്ള പദാർത്ഥങ്ങളില്ല എന്ന് മന്ത്രി അടക്കം പറയുകയും ചെയ്യുന്നു. സ്വാഭാവികമായിട്ട് ഇതിൽ കൂടുതൽ പഠനം നടത്തേണ്ട ആവശ്യമുണ്ട് എന്ന തരത്തിലുള്ള ലേഖനങ്ങളും വിലയിരുത്തലുകളും ഒക്കെ വരുന്ന സാഹചര്യം കൂടിയാണ്. അങ്ങനെ ഏതെല്ലാം പരിശോധനകൾ? റൈറ്റ്. എസ് വിനീഷ് ആയിരുന്നു വിവരങ്ങൾ നൽകിയത്. ഏതായാലും ഈ ആശങ്ക ഒരു ചോദ്യചിഹ്നമായി നിൽക്കുകയാണ്. എത്ര ദിവസം കൊണ്ടാണ് കണ്ടെയ്നറുകൾ നീക്കാൻ കഴിയുക? ആ നേരം കൊണ്ട് എണ്ണ ചോർച്ചയുണ്ടാകുകയും ഈ എണ്ണപ്പാട കലരുകയും ചെയ്താൽ പല ജീവജാലങ്ങളുടെയും വലിയ നാശത്തിന് തന്നെ അതിടയാക്കും. അങ്ങനെ മത്സ്യസമ്പത്തിനെ ദോഷകരമായി ബാധിക്കുന്ന തരത്തിലേക്ക് അത് വടക്കൻ കേരളത്തിൽ മാത്രമാണ് തൽക്കാലം രക്ഷപ്പെട്ടു നിൽക്കുന്നത്. ഇങ്ങോട്ട് കൊച്ചി അടക്കം ഇങ്ങോട്ട് ഈ ആശങ്ക ബാക്കി ആണ് താനും. ഇനി മറ്റൊരു വാർത്ത. തിരുവനന്തപുരം കഴക്കൂട്ടത്ത് യുവാവിനെ ഹണി ട്രാപ്പിൽ കുടുക്കി പണവും സ്വർണവും മൊബൈലും കാറും തട്ടിയെടുത്ത കേസിൽ 3 പേർ അറസ്റ്റിലായി. നേറ്റകര സ്വദേശി കാർത്തിക്, പേയാട് സ്വദേശി അർഷാദ്, പാലട് സ്വദേശി ആസിഫ് എന്നിവരാണ് പിടിയിലായത്. പിടിയിലായ അർഷാദ് പേയാട് സ്റ്റേഷൻ പരിധിയിലെ റൌഡി ലിസ്റ്റിൽ ഉൾപ്പെട്ട ആളാണ്. അരുൺ മോഹൻ ചേരുന്നു. അരുൺ, ഈ കേസിന്റെ വിശദാംശങ്ങൾ എന്താണ്?
അപ്പോൾ കഴിഞ്ഞ വെള്ളിയാഴ്ചയായിരുന്നു ഈ സംഭവം, കേസിന് ആസ്പദമായ സംഭവം നടക്കുന്നത്. നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് കാട്ടാക്കട സ്വദേശിയായ ഒരു യുവാവ്, ഇയാൾ ഇൻസ്റ്റാഗ്രാമിലൂടെ ഒരു പെൺകുട്ടിയെ പരിചയപ്പെടുന്നു. തുടർന്ന് പെൺകുട്ടിയെ കാണുന്നതിലേക്ക് വേണ്ടി കഴക്കൂട്ടത്തേക്ക് എത്തുകയായിരുന്നു. എത്തുന്ന സമയത്ത് എത്തി കാറിൽ സഞ്ചരിക്കുന്ന സമയത്ത് പെൺകുട്ടി ഈ പറയുന്ന പിടിയിലായ ഈ മൂന്നംഗ സംഘം കാർത്തിക്, ഈ പറയുന്ന നെയ്യാറ്റിൻകര സ്വദേശിയായ കാർത്തിക് ഉൾപ്പെടെയുള്ള മൂന്നംഗ സംഘത്തിന് വാട്സപ്പിൽ തങ്ങളുടെ ലൊക്കേഷൻ അയച്ചു കൊടുക്കുന്നു. വാഹനത്തെ പിന്തുടർന്നെത്തിയ സംഘം ഈ പറയുന്ന യുവാവിനെ തടഞ്ഞു നിർത്തി കഴുത്തിൽ കത്തിവെച്ചതിന് ശേഷം മാലയും പണവും ഒപ്പം വാഹനവും കടന്നു കളയുകയായിരുന്നു എന്നുള്ളതാണ് കഴക്കൂട്ടം പോലീസ് പറയുന്നത്. സംഭവവുമായി ബന്ധപ്പെട്ട് കാർത്തിക്, നെയ്യാറ്റിൻകര സ്വദേശിയായ കാർത്തിക്, പേയാട് സ്വദേശിയായ അർഷാദ്, പാലോട് സ്വദേശി ആഷിഫ് ഉൾപ്പെടെയുള്ള 3 പേരെ ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. യുവതി ഇപ്പോൾ പോലീസ് നിരീക്ഷണത്തിലാണ്. അപ്പോൾ യുവതിയെ ഉടനെ അറസ്റ്റ് ചെയ്യുമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഈ പറയുന്ന ഹണി ട്രാപ്പിലൂടെ ആയിരുന്നു ഇവർ ഈ പറയുന്ന പണവും ആഡംബര വാഹനം ഉൾപ്പെടെ കവർന്നത്. കഴക്കൂട്ടം പോലീസ് ഗൗരവമായി കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. എന്തായാലും ഇവരിൽ നിന്ന് 4 ലക്ഷത്തോളം രൂപയും കവർന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പിടിയിലായ പ്രതികളെ കോടതിയിൽ ഹാജരാക്കും. അപർണ, ഏതെങ്കിലും ഒരു ഗ്യാങ്ങുമായിട്ട് ഇവർക്ക് ബന്ധമുണ്ടോ? ഇതൊരു നിരന്തരം ഇത്തരം സംഭവങ്ങളുണ്ടോ? അങ്ങനെ എന്തെങ്കിലും സംശയങ്ങൾ പോലീസിനുണ്ടോ? അരുൺ, അപർണ, അത്തരം കാര്യങ്ങൾ പോലീസ് വിശദമായി തന്നെ പരിശോധിച്ചു വരുന്നുണ്ട്. കാരണം ഈ പറയുന്ന യുവാവിന് നേരത്തെയും ഇത്തരത്തിൽ സാമ്പത്തിക ഇടപാടുകൾ ഉണ്ടോ, ഇവർ തമ്മിൽ എന്തെങ്കിലും സാമ്പത്തിക ഇടപാടുകൾ എന്തെങ്കിലും ഉണ്ടോ എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളും പോലീസ് പരിശോധിക്കുന്നതായി കഴക്കൂട്ടം പോലീസ് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും കൂടുതൽ പ്രതികൾ ഇതുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലാവാൻ സാധ്യതയുണ്ട്. അതിനുശേഷം മാത്രമേ വ്യക്തമായ ഒരു ചിത്രം നമുക്ക് ലഭ്യമാകുകയുള്ളൂ എന്നാണ് ഇപ്പോൾ നമുക്ക് പറയാൻ കഴിയൂ. അപർണ, അരുൺ മോഹനാണ് വിവരങ്ങൾ നൽകിയത്. 3 പേർ അതിലും പോലീസ് പിടിയിലാവുകയും ചെയ്തിരിക്കുന്നു. ഹണി ട്രാപ്പിൽ കുടുക്കി പണവും കാറും മൊബൈലുമെല്ലാം തട്ടിയെടുത്ത കേസിൽ കൂടിയാണ്. വെഞ്ഞാറമൂട് കൂട്ടക്കൊലക്കേസ് പ്രതി അഫാൻ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഗുരുതരാവസ്ഥയിൽ തുടരുകയാണ്. കഴിഞ്ഞ ദിവസം പൂജപ്പുര സെൻട്രൽ ജയിലിൽ അഫാൻ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചിരുന്നു. ശുചിമുറിയിൽ തൂങ്ങി മരിക്കാനാണ് ശ്രമിച്ചത്. തലച്ചോറിലേക്കുള്ള രക്തയോട്ടത്തെ ഗുരുതരമായി ബാധിച്ച നിലയിലാണ് പ്രതി ആശുപത്രിയിൽ തുടരുന്നത്. സാരംഗ് ചേർന്നു. സാരംഗ്, മണിക്കൂറുകളായിട്ട് അതീവ ഗുരുതരാവസ്ഥയിലാണ് മണിക്കൂറുകളായിട്ട് അഫാൻ, വെഞ്ഞാറമൂട് കൂട്ടക്കൊലക്കേസിലെ പ്രതി. മുൻപും ഇത്തരം ആത്മഹത്യക്ക് ശ്രമിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നതാണ്. ഇത് കേസിൽ കീഴടങ്ങിയ ശേഷവും അത്തരം കാര്യങ്ങളിലേക്ക് അഫാൻ കടന്നിരുന്നു. ഉമ്മയടക്കം ജീവിച്ചിരിപ്പുണ്ട് എന്നറിഞ്ഞ സമയത്തായിരുന്നു അഫാൻ അത്തരത്തിലേക്കുള്ള നീക്കത്തിലേക്ക് കടന്നത്. സാരംഗ് ചേർന്നു. സാരംഗ്, മണിക്കൂറുകളായിട്ട് അതീവ ഗുരുതരാവസ്ഥയിൽ തുടരുന്നു അഫാൻ. എന്താണ് മെഡിക്കൽ റിപ്പോർട്ടുകൾ പറയുന്നത്? ഇന്നലെ രാവിലെ 11 മണിയോടെയായിരുന്നു അഫാൻ പൂജപ്പുര സെൻട്രൽ ജയിലിലെ UT ബ്ലോക്കിൽ ആത്മഹത്യക്ക് ശ്രമിച്ചത്. TV കാണാനായി സെല്ലിൽ നിന്നും, പ്രത്യേക നിരീക്ഷണമുള്ള സെല്ലിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങിയ സമയത്ത് ശുചിമുറി ഉപയോഗിക്കണമെന്ന് പറയുകയും അവിടെ ഉണക്കാനിട്ടിരുന്ന മുണ്ട് ഉപയോഗിച്ച് കഴുത്തിൽ കുരുക്കി ആത്മഹത്യാ ശ്രമം നടത്തുകയായിരുന്നു. തുടർന്ന് വാർഡൻ ഉടനടി കാണുകയും തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ അത്യാഹിത വിഭാഗത്തിലേക്ക് പ്രവേശിപ്പിക്കുമായിരുന്നു. സ്ഥിതി ഗുരുതരമായതിനാൽ തന്നെ അപ്പം തന്നെ തീവ്രപരിചരണ വിഭാഗത്തിലേക്ക് മാറ്റുകയും വെന്റിലേറ്റർ സഹായത്തിലേക്ക് മാറ്റുകയായിരുന്നു. നിലവിൽ തലച്ചോറിലേക്കുള്ള രക്തപ്രവാഹത്തിലെ കുറവ് മൂലം വെന്റിലേറ്റർ സഹായത്തിൽ തന്നെ തുടരുകയാണ്. നിലവിലെ സ്ഥിതി ഗുരുതരമായി തന്നെ തുടരുകയാണെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. കൂടുതൽ വിശദാംശങ്ങൾ ഒന്നും തന്നെ നമുക്ക് ലഭിച്ചിട്ടില്ല. മാത്രമല്ല, തുടക്കത്തിൽ തന്നെ ഗുരുതരമായി തുടരുന്ന അഫാന്റെ ശാരീരിക അഫാൻ ഗുരുതരാവസ്ഥയിൽ തുടരുന്നു എന്നുള്ള വിവരമാണ് സാരംഗ് നൽകുന്നത്. ഓക്കെ സാരംഗ്, ഡോക്ടർമാർ പറയുന്നത് ഇപ്പൊ പറഞ്ഞ പോലെ തന്നെ അത് ആ ഗുരുതരാവസ്ഥ ഇത്രയും മണിക്കൂറുകൾ കഴിഞ്ഞതുകൊണ്ട് കൂടിയാണ്. ഏതെങ്കിലും തരത്തിൽ അതിനൊരു പ്രതീക്ഷയുണ്ട് എന്ന തരത്തിലേക്കുള്ള റിപ്പോർട്ടുകൾ വരുന്നില്ല എന്ന് കൂടിയാണോ? തീർച്ചയായും ഇപ്പോൾ ഒരു ദിവസം 24 മണിക്കൂറിലധികമായി ഇപ്പോൾ ആത്മഹത്യാ ശ്രമം നടന്നിട്ടും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടും ഇതുവരെ ഒരു ഹോസ്പിറ്റലിൽ നിന്നുള്ള മെഡിക്കൽ റിപ്പോർട്ടോ മറ്റു കാര്യങ്ങളോ ഒന്നും തന്നെ പുറത്തേക്ക് വിട്ടിട്ടില്ല. നിലവിൽ ലഭിക്കുന്ന വിവരം അനുസരിച്ച് സ്ഥിതി ഗുരുതരമായി തന്നെ തുടരുകയാണ്. MICU, അതായത് തീവ്രപരിചരണ വിഭാഗത്തിൽ തന്നെ തുടരുകയാണ് പ്രതി. വെന്റിലേറ്റർ സഹായത്തിലും കൂടുതൽ മരുന്നുകളുടെ സഹായത്തിലും ആണ് ജീവൻ നിലനിർത്തുന്നതെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. മറ്റുള്ള വിവരങ്ങൾ കൂടുതൽ ആശുപത്രി അധികൃതരിൽ നിന്നും അറിയേണ്ടതുണ്ട്.
സാരംഗ, അതോടൊപ്പം തന്നെ അഫാന്റെ കുടുംബാംഗങ്ങൾ ഏതെങ്കിലും തരത്തിൽ ഇവര് ഈ വിഷയം അറിഞ്ഞിട്ടുണ്ടോ? ആരെങ്കിലും ആശുപത്രിയുമായി ബന്ധപ്പെടുന്നുണ്ടോ? അങ്ങനെ എന്തെങ്കിലും വിവരമുണ്ടോ? ഇത് അത്തരത്തിൽ എന്തെങ്കിലും പ്രതികരണങ്ങളുണ്ടോ? നിലവിൽ കുടുംബത്തിൻ്റെ ഭാഗത്തു നിന്നും യാതൊരുവിധ പ്രതികരണവും നമുക്ക് ലഭിച്ചിട്ടില്ല. ആത്മഹത്യാ ശ്രമം ഉണ്ടായ നിമിഷം തന്നെ കുടുംബത്തെയും മറ്റും പോലീസിൻ്റെ ഭാഗത്തു നിന്ന് അറിയിച്ചു എന്നാണ് ലഭിക്കുന്ന വിവരം. അത്തരത്തിലല്ലാതെ കുടുംബത്തിൻ്റെ ഭാഗത്തു നിന്ന് പ്രതികരണങ്ങളോ മറ്റു കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല. കൊലപാതകം നടന്ന സമയത്ത് തന്നെ കുടുംബത്തിൻ്റെ ഭാഗത്തു നിന്നും അഫാനെതിരെ പ്രതികൂലമായിട്ടായിരുന്നു പ്രതികരണം. ഉപ്പയടക്കം നാട്ടിലെത്തിയിട്ട് മകനെ കാണണ്ട എന്ന രീതിയിലൊക്കെ അന്ന് പ്രതികരണങ്ങൾ ഉണ്ടായിരുന്നു. അവനെ മകനല്ല, ഉമ്മ തീവ്രപരിചരണ വിഭാഗത്തിൽ നിന്നും ഡിസ്ചാർജ് ചെയ്ത ആശുപത്രിയിൽ ഡിസ്ചാർജ് ചെയ്ത് വീട്ടിലെത്തിയ സമയത്തും അങ്ങനെ ഒരു മകനില്ല എന്ന തരത്തിലൊക്കെ കൊലപാതകവുമായി ബന്ധപ്പെട്ട പ്രതികരണം ഉണ്ടായിരുന്നു. അതിനുശേഷം അഫാൻ ജയിൽ തുടരുകയും വിചാരണ തടവുകാരനായി പൂജപ്പുര സെൻട്രൽ ജയിലിൽ കഴിയുകയായിരുന്നു. അവിടെ വെച്ചാണ് ഈ രണ്ടാമത്തെ തവണയാണ് ആത്മഹത്യാ ശ്രമം നടക്കുന്നത്. ആദ്യത്തെ തവണ എലിവേഷൻ കഴിച്ചായിരുന്നു പോലീസിൽ കീഴടങ്ങിയത്. അപ്പോൾ തന്നെ എലിവേഷൻ കഴിച്ചിട്ടുണ്ട് എന്നറിയിച്ചപ്പോൾ അതേപോലെ തന്നെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിക്കുകയും ദിവസങ്ങളോളം നീണ്ട ചികിത്സയ്ക്ക് ശേഷമായിരുന്നു പിന്നീട് പോലീസ് കസ്റ്റഡിയിൽ വാങ്ങുകയും മറ്റ് നടപടിക്രമങ്ങളിലേക്ക് കടന്നത്. അതിനുശേഷം രണ്ടാമതും വീണ്ടും അഫാൻ പറഞ്ഞിരുന്നു താൻ ജീവനെടുക്കും, ആത്മഹത്യ ചെയ്യുമെന്ന് പറഞ്ഞതിനെ തുടർന്ന് UT ബ്ലോക്ക്, പൂജപ്പുര സെൻട്രൽ ജയിലിലെ പ്രത്യേക നിരീക്ഷണ വിഭാഗമായ UT ബ്ലോക്കിലായിരുന്നു അഫാനെ പാർപ്പിച്ചിരുന്നത്. അവിടെ നിന്നും TV കാണാനായി ഇറക്കിയ സമയത്തായിരുന്നു തന്ത്രപരമായി അഫാൻ ഇത്തരത്തിലൊരു നീക്കം നടത്തിയത്. അത് ഉടൻ തന്നെ വാർഡൻ കണ്ടെത്തുകയും അങ്ങനെ ആശുപത്രിയിലേക്ക് എത്തിക്കുകയുമായിരുന്നു. നിലവിൽ കുടുംബവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രതികരണങ്ങളോ മറ്റു കാര്യങ്ങളോ ഒന്നും തന്നെ കുടുംബവുമായി ബന്ധപ്പെട്ട് വന്നിട്ടില്ല. ഗുരുതരമായി തുടരുന്ന സ്ഥിതിഗതികൾ തന്നെയാണ് അഫാന്റെ നിലവിലെ അവസ്ഥ. സാരംഗ, അതോടൊപ്പം തന്നെ നമുക്കൊരു പക്ഷേ അത്തരത്തിലുള്ള ആരോപണങ്ങളൊക്കെ വന്നിട്ടുണ്ടാവില്ല. പക്ഷേ നേരത്തെ തന്നെ ആത്മഹത്യാ പ്രവണതയുള്ള ഒരാൾ അത് ഒരിക്കൽ സംഭവിക്കുകയും ചെയ്തത്, അതുകൊണ്ട് തന്നെ ജയിൽ മുറിയിൽ വീണ്ടും ആത്മഹത്യക്ക് ശ്രമിക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് പോകുമ്പോൾ ഇതിലൊരു കൃത്യമായിട്ടുള്ളൊരു വീഴ്ചയുണ്ടായിട്ടുണ്ട്. പ്രതിയാണെങ്കിൽ പോലും അയാളുടെ ജീവന് കൃത്യമായ സുരക്ഷ കൊടുക്കേണ്ട ഉത്തരവാദിത്തം അധികൃതർക്കുണ്ടല്ലോ. ആ തരത്തിലുള്ള വിലയിരുത്തലുകളുണ്ടോ എവിടെന്നെങ്കിലും? നിലവിൽ വകുപ്പ് തല അന്വേഷണം പ്രഖ്യാപിച്ചു എന്നൊന്നും നമുക്ക് ലഭിക്കുന്നില്ല. വിവരങ്ങളൊന്നും ഇല്ലെങ്കിൽ പോലും നടപടിക്രമങ്ങളിലേക്ക് എന്ത് തന്നെയായാലും ജയിൽ പോലീസ് കടന്നിട്ടുണ്ട്. അഫാൻ തുടക്കത്തിൽ തന്നെ ആത്മഹത്യ ചെയ്യുമെന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു പ്രത്യേക നിരീക്ഷണമുള്ള UT ബ്ലോക്കിലേക്ക് അഫാനെ മാറ്റിയത്. പക്ഷേ അവിടെ നിന്നും അഫാൻ പലതവണ ഇതിനു മുൻപും, അതായത് ജയിലിനകത്തു നിന്ന് തന്നെ ആത്മഹത്യാ ഭീഷണി മുഴക്കിയതിനെ തുടർന്ന് അവിടെ തന്നെ പ്രത്യേക നിരീക്ഷണത്തിൽ നിൽക്കുമ്പോഴാണ് ഇങ്ങനെ ഒരു ശ്രമം നടന്നത്. അത് ജയിൽ അധികൃതരുടെ ഭാഗത്തു നിന്നുള്ള ഒരു വീഴ്ചയായി തന്നെ നിലവിൽ കണക്കാക്കാം. കാരണം ഇത്രയും പ്രമാദമായ തലസ്ഥാന നഗരത്തിൽ ഇത്രയധികം പേരെ, കുടുംബത്തിലെയും കാമുകിയും അടക്കമുള്ള ഇത്രയും അധികം പേരെ കൊലപ്പെടുത്തിയ കേസിൽ ഒരു പ്രമാദമായ ഒരു കേസിലെ പ്രതിയാണ് ഇത്തരത്തിലൊരു ആത്മഹത്യാ ശ്രമം നടന്നത്. അതായത് ഉപ്പയുടെ ഉമ്മയായ സൽമാ ബീവിയെ കൊലപ്പെടുത്തിയ കേസിലെ കുറ്റപത്രം കഴിഞ്ഞ ദിവസം 2 ദിവസം മുൻപേ നെടുമങ്ങാട് ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ സമർപ്പിച്ച് 2 ദിവസം കഴിയുമ്പോഴാണ് വീണ്ടും രണ്ടാമത് അഫാൻ ഒരു ആത്മഹത്യാ ശ്രമം നടത്തുന്നത്. അതായത് ഒരു കൊലപാതകത്തിലെ നടപടിക്രമങ്ങൾ തുടങ്ങിയിട്ടേ ഉള്ളൂ, അന്വേഷണം പൂർത്തിയാക്കി കുറ്റപത്രം സമർപ്പിച്ചിട്ടേ ഉള്ളൂ. ഇനിയും മറ്റു കൊലപാതകങ്ങളുണ്ട്, അതിന് പിന്നിലുള്ള മോട്ടീവും കാര്യങ്ങളൊക്കെ പുറത്തേക്ക് വരാനുണ്ട്. ഈ കുറ്റം തെളിയിക്കേണ്ടതുണ്ട്. പോലീസ് നടപടിക്രമങ്ങൾ പകുതി പോലും ആയിട്ടില്ല. അതിനിടയിലാണ് വിചാരണ തടവിൽ നിൽക്കുന്ന സമയത്ത് പൂജപ്പുര സെൻട്രൽ ജയിലിൽ നിന്നും ഇത്തരം സംഭവം ഉണ്ടാകുന്നത്. ജയിൽ അധികൃതരുടെ ഭാഗത്തുനിന്ന് വീഴ്ച ഉണ്ടായിട്ടുണ്ടോ എന്ന തരത്തിലുള്ള അന്വേഷണങ്ങളും മറ്റും ഇനിയും നടക്കാനുണ്ട്. നിലവിൽ അഫാന്റെ ജീവൻ രക്ഷിക്കുക എന്നുള്ളതാണ് മുൻപിലുള്ള പ്രധാന വെല്ലുവിളി. അതിനുശേഷമായിരിക്കും ഇത്തരത്തിലൊരു സംഭവം കൂടുതൽ വിശദമായ അന്വേഷണത്തിൽ കണ്ടെത്താനാവുകയുള്ളൂ. ഒരിക്കൽ കൂടി സാരംഗ്, നമുക്കത് ക്ലിയർ ആയിട്ട് പറയാൻ കഴിയില്ലെങ്കിൽ പോലും ഇപ്പോൾ 24 മണിക്കൂറായി അഫാൻ ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ തുടരുന്നു എന്നുള്ള വാർത്ത വരുന്നു. ഏതെങ്കിലും സുഹൃത്തുക്കളോ അല്ലെങ്കിൽ അഫാന്റെ ഏതെങ്കിലും അകന്ന ബന്ധുക്കളോ ആരും അഫാനെ തേടി അവിടെ എത്തുന്നതേ ഇല്ല. അത്തരം ഒരു അന്വേഷണങ്ങളൊന്നും ഇവിടെ ഉണ്ടായിട്ടേ ഇല്ല അല്ലേ? ഇല്ല, ഒരിക്കലുമില്ല. നമ്മൾ ഇന്നലെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്ന് അവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് പോലും അത്തരത്തിലുള്ള അന്വേഷണങ്ങളോ കാര്യങ്ങളോ ഒന്നും തന്നെ ആശുപത്രിയിൽ അന്വേഷിച്ച് വരികയോ നിലവിലെ ആരോഗ്യനില എങ്ങനെയുണ്ടെന്ന് അറിയാനും വേണ്ടിയിട്ട് സുഹൃത്തുക്കൾ പോലും, കുടുംബാംഗങ്ങളോ സുഹൃത്തുക്കളോ ആരും തന്നെ ആശുപത്രിയിൽ എത്തിയിട്ടില്ല എന്നാണ് ആശുപത്രി അധികൃതരും മറ്റും നമുക്ക് തരുന്ന വിവരം. കാരണം അതിക്രൂരമായ കൊലപാതകം, കുടുംബാംഗങ്ങൾ, ചെറിയ അനുജൻ ഉൾപ്പെടെ കാമുകിയും ഉമ്മയെ കൊല്ലാനടക്കം ശ്രമിച്ച ഒരു പ്രതിയെ അന്വേഷിച്ച് കുടുംബാംഗങ്ങളും സുഹൃത്തുക്കളും എത്താത്തത് സ്വാഭാവികമായിട്ട് മാത്രമാണ് പോലീസുകാരും അതേപോലെ ആശുപത്രി അധികൃതരും കാണുന്നത്. കാരണം രണ്ടാമത്തെ തവണയാണ് അഫാൻ ഇങ്ങനെ ഒരു ശ്രമം നടത്തുന്നത്. അപ്പോൾ തന്നെ കുടുംബാംഗങ്ങളുടെ ഭാഗത്തുനിന്നും സുഹൃത്തുക്കളുടെ ഭാഗത്തുനിന്നും ഒരു പ്രതികരണമോ അല്ലെങ്കിൽ ഒരു അന്വേഷണമോ കാര്യങ്ങളോ നിലവിൽ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല.
റൈറ്റ്, സാരംഗാണ് വിവരങ്ങൾ നൽകിയത്. ഏതായാലും വെഞ്ഞാറമൂട് കൂട്ടക്കൊലക്കേസ് പ്രതി അഫാൻ ജയിലിൽ ആത്മഹത്യയ്ക്ക് ശ്രമിച്ച് അതീവ ഗുരുതരാവസ്ഥയിൽ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ട് 24 മണിക്കൂർ കഴിയുകയാണ്. ഗുരുതരാവസ്ഥയിൽ തന്നെ തുടരുകയാണ് എന്നുള്ള മെഡിക്കൽ റിപ്പോർട്ടുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനു മുൻപും ആത്മഹത്യാ ശ്രമം നടത്തിയിട്ടുള്ള ആൾ കൂടിയാണ്, പ്രതി കൂടിയാണ് അഫാൻ. ഏതായാലും ഈ നിമിഷം പോലും ഇത്രയും അതീവ ഗുരുതരാവസ്ഥയിലായിട്ട് പോലും അഫാനെ തേടിയോ അഫാന്റെ സ്ഥിതി അന്വേഷിച്ചോ ഏതെങ്കിലും തരത്തിലുള്ള അന്വേഷണങ്ങൾ അഫാന്റെ ബന്ധുക്കളിൽ നിന്നോ കുടുംബാംഗങ്ങളിൽ നിന്നോ സുഹൃത്തുക്കളിൽ നിന്നോ പോലും ഉണ്ടായിട്ടില്ല എന്നുള്ളത് കൂടി ആണ് എടുത്ത് പറയേണ്ടത്. ഏതായാലും അതീവ ഗുരുതരാവസ്ഥ തുടരുകയാണ്. ഏതായാലും സ്പോട്ട് ലൈവ് പൂർണ്ണമാകുകയാണ്. കൂടുതൽ വാർത്തകളും തത്സമയ റിപ്പോർട്ടുകളുമായി വീണ്ടും കാണാം നാളെ 2 മണിക്ക്. നമസ്കാരം.